നമ്മുടെ സെഷൻ്റെ ടോപ്പിക്ക് നോവലിലെ ഭ്രമകൽപ്പനകൾ ഇനിയും തുടരും എന്നുള്ളതാണ്. അപ്പോൾ ഭ്രമകൽപ്പന എന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ ഓരോരുത്തരും ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. എല്ലാവർക്കും നമസ്കാരം. നോവൽ എന്നുള്ള സാഹിത്യരൂപം അതിൻ്റെ തുടക്കം മുതൽ ഏറ്റവും പുതിയ 2026 എത്തുമ്പോഴും നിരന്തരമായി പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. മാറിക്കൊണ്ടിരിക്കുക, നവീകരിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് നോവലിൻ്റെ ഒരു സ്വഭാവം. സ്വാഭാവികമായി അതിൽ പല വഴികൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. നോവൽ എന്ന സാഹിത്യ രൂപത്തിന് നിരൂപകരോ സാഹിത്യാധ്യാപകരോ സാഹിത്യ ഗവേഷകരോ ഒക്കെ ഇന്നതാണ് എന്ന് നിർവചിക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള എഴുത്തുകാർ ഞങ്ങളുടെ പുതിയ രചനകളിലൂടെ നിങ്ങളുടെ നിർവചനം തെറ്റാണ്, നോവൽ മറ്റൊന്നാണെന്ന് ഓരോ തവണയും തെളിയിക്കാൻ ശ്രമിക്കും. ഈ ശ്രമത്തിനിടയിൽ അല്ലെങ്കിൽ ആ ശ്രമത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഫാൻറ്റസിയുടെ സാധ്യതകൾ തേടുക എന്നത്. ചുറ്റുമുള്ള യാഥാർത്ഥ്യത്തെ അതേപോലെ കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നതിലല്ല, മറിച്ച് ഭ്രമാത്മകമായ ചിന്തകളിലൂടെ, ഭാവനയുടെ ഉന്മാദ സമാനമായ സാധ്യതകളിലൂടെ പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുപോകാം. പലപ്പോഴും യുക്തിയും അതുപരമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളുമെല്ലാം മാറി നിന്നെന്ന് വരും. പുതിയ ചിന്തകളുടെ, സ്വപ്നങ്ങളുടെ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഉന്മാദ സമാനമായ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ഈ ഭ്രമകൽപ്പനകൾ മാറാം. പക്ഷേ ഈ ഭ്രമകൽപ്പനകളെല്ലാം പുതിയ എന്തെങ്കിലും ഒന്ന് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യ ജീവിതത്തെ സൂക്ഷ്മമായി ആഖ്യാനം ചെയ്യുന്ന തരത്തിലുള്ള നോവലുകളുണ്ട്. തീർച്ചയായിട്ടും വളരെ മികച്ച കൃതികൾ തന്നെയാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ചുറ്റുമുള്ള ജീവിതത്തിൽ നിന്ന് ഉള്ള സാധ്യതകൾ ഉപയോഗിച്ച് ഭാവനയുടെ വഴികളിലും, ഞാൻ വളരെ വൈൽഡ് ഫാൻറ്റസികളെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അത് പലപ്പോഴും അത്ര യുക്തിക്ക് നിരക്കുന്ന ഫാൻറ്റസികളൊന്നുമില്ല. എൻ്റെ ആദ്യത്തെ ഒരു നോവൽ ആൽഫ എന്ന് പറഞ്ഞ നോവലിലേക്ക് ഞാൻ എത്തുന്നത് തന്നെ അത്തരമൊരു ഭ്രാന്തമായ ചിന്തയിൽ നിന്നാണ്. അപ്പം അത്തരത്തിലുള്ള കൽപ്പനകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ക്രിയേറ്റിവിറ്റിയുടെ ഒരുപാട് സാധ്യത നമ്മുടെ മുമ്പിലേക്ക് തുറന്നു കിട്ടുകയാണ് ചെയ്യുന്നത്. ഞാൻ ആൽഫയിലേക്ക് എത്തുന്നത് ഒരു ദിവസം ഇപ്പോൾ പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യൻ അടുത്ത ദിവസം പ്രഭാതത്തിൽ പടിഞ്ഞാറ് നിന്ന് തന്നെ ഉദിച്ചുയർന്നാൽ എങ്ങനെയായിരിക്കും എന്ന ചിന്തയിൽ. കേൾക്കുമ്പോൾ ഇതൊരു ഭ്രാന്തമായ ചിന്തയാണെന്ന് തോന്നാം. ഞാനത് ചിന്തിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നടക്കുന്ന അതിഗംഭീരമായൊരു കോസ്മിക് എക്സ്പ്ലോഷൻ്റെ ഭാഗമായിട്ട് ഭൂമിയുടെ ചലനക്രമം തന്നെ വിപരീത ദിശയിലേക്ക് മാറിയാൽ ഇങ്ങനെ സംഭവിച്ചുകൂടെ? അങ്ങനെ സംഭവിക്കുമ്പോൾ എന്തായിരിക്കും സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ അതുണ്ടാക്കുന്ന ചലനങ്ങൾ? പക്ഷേ ഇതങ്ങനെയല്ല ഞാൻ എഴുതുന്നത്. ഇത് നോവലായിട്ട് വരുമ്പോൾ ആൽഫ എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തെ എല്ലാം, ഇതുവരെ നമ്മൾ ആർജിച്ച വൈജ്ഞാനികമായ ധാരണകളെല്ലാം നേരെ റിവേഴ്സ് ഗിയറിലേക്ക് പോയിട്ട് വീണ്ടും പൂജ്യത്തിൽ നിന്ന് തുടങ്ങുന്ന പോലെയുള്ള ഒരു നോവലിലേക്കാണ് എത്തും. ചിലപ്പോൾ ഒരു ഭ്രാന്തമായ ചിന്തയിൽ നിന്ന് തുടങ്ങി അത് പല രീതിയിൽ നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോയതിന് ശേഷം മറ്റ് ഒരു സാധനമായിട്ടായിരിക്കും പുറത്ത് വരുന്നത്. ആ നോവലിൽ തന്നെ ഇത് പുറത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള മറ്റൊരു ഇടത്തേക്കാണ് പോകുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയെ ആന്ത്രപ്പോളജിക്കൽ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് സോവിയറ്റ് യൂണിയൻ കൊളാപ്സായ വിഷയത്തെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യാനുള്ള ശ്രമമാണ്. ഇത് എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ചിലപ്പോൾ വളരെ ഭ്രമാത്മകമായ ഒരു ചിന്തയിൽ നിന്നായിരിക്കാം ഇത്തരം അത് വീണ്ടും വീണ്ടും സ്ഫുടം ചെയ്തെടുക്കുമ്പോൾ പല സാധ്യതകളിലേക്ക് എത്തും. കഴിയുന്നത്ര കൂടുതൽ ഒരു ഇൻഡെഫിനിറ്റ് പോസിബിലിറ്റീസ് ഓഫ് ഇൻ്റർപ്രിറ്റേഷൻസിലേക്ക് പോകാനുള്ള ശ്രമമുണ്ടാകും. അതുകൊണ്ട് സാഹിത്യം എന്ന ഭാഷ ഉപയോഗിച്ച് നിർവഹിക്കപ്പെടുന്ന കലാപ്രവർത്തനം സാർത്ഥകമാകുന്നത്, പ്രത്യേകിച്ചും കഥ
ഉൾപ്പെടുന്നൊരു കഥാപ്രവർത്തനം സാർത്ഥകമാകുന്നത് വ്യാഖ്യാനങ്ങളുടെ അനന്ത സാധ്യതകൾ അതിൽ ഒളിഞ്ഞിരിക്കുമ്പോഴാണ്. വളരെ ഏകപക്ഷീയമായ ഒരു കഥയല്ല നമ്മൾ പറയുന്നത്. പലതരത്തിൽ ഓരോ വായനക്കാരനും അയാളുടേതായിട്ടുള്ള ഒരു ചിന്തയും കൂടെ ഉൾപ്പെടുത്തി മറ്റൊരു തരത്തിൽ അതിനെ കാണാൻ ഉള്ളൊരു അവസരം കിട്ടുന്ന രീതിയിലേക്ക് പോകാൻ കഴിയും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഭ്രമകൽപ്പനകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാകാം എന്ന് മാത്രമേ പറയാനുള്ളൂ തുടക്കം. അതാണ് കോരപ്പാപ്പനെ സൃഷ്ടിച്ച ഭ്രമകൽപ്പന. ജനാഫ്രസ് എന്ന കൊടിയ കാമുകനെ സൃഷ്ടിച്ച ഭ്രമകൽപ്പന എന്താണെന്ന്. എല്ലാവർക്കും നമസ്കാരം. സത്യത്തിൽ ഇദ്ദേഹം പറഞ്ഞ മാതിരിയൊന്നും സംസാരിക്കാൻ എനിക്ക് അറിയില്ല. ഈ വിഷയം കേട്ടപാട് ഞാനിത് വിഷയം ഇട്ട ആളോട് ചോദിച്ച്, അല്ല നിങ്ങൾ എന്താണ് ഈ ബ്രഹ്മാത്മകത എന്നുള്ളതിനോട് ഉദ്ദേശിച്ചത്? അയാൾ എന്തൊക്കെയോ പറഞ്ഞു, ഒന്നും അറിയില്ല, അത് പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഈ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, അല്ല എന്താണ് നമ്മുടെ ബ്രഹ്മാത്മകത? ഇന്നലെ നാളെ ഞാൻ എല്ലാം പറയും, ഞാൻ എപ്പോൾ പറയുന്നു പറഞ്ഞു. അവസാനം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് ബ്രഹ്മാത്മകത? ബ്രഹ്മാത്മകത എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പം എനിക്ക് പലതരം സാധനങ്ങളാണ്. അതായത് വിഭ്രമങ്ങൾ, ഉന്മാദങ്ങൾ, ഉദ്ഭ്രാന്തതകൾ, നട്ടപ്രാന്ത്, എല്ലാ സംഗതികളും ഉൾച്ചേർന്നിട്ടുള്ള ഒരു ഡെല്യൂഷൻ്റെയും സ്വപ്നത്തിൻ്റെയും ഒരു മയക്കത്തിൻ്റെയും ഏതാണ്ട് മുക്കാലോളം കിളി പോയ ഒരു തലേൻ്റെയും അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ജനാഫ്രസ് പോലെയുള്ള ഒരു കഥ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഫുൾ ഭ്രാന്താണ്. അതിനിപ്പോൾ എൻ്റെ ഏത് കഥകൾ എടുത്ത് നോക്കിയാലും മുഴുവൻ ഭ്രാന്താണ്. അപ്പോൾ ഈ 3 എഴുത്തുകാരെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യം, ഒരാൾ പാണ്ഡിത്യം കൊണ്ട് എഴുതുന്നു, ഒരാൾ പ്രതിഭ കൊണ്ട് എഴുതുന്നു, ഒരാൾ ഭ്രാന്ത് കൊണ്ട് എഴുതുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 3 തരം ആൾക്കാർ, ഇവരെന്തപ്പോൾ ഇത് എന്ന് ഞാനിങ്ങനെ പിന്നെയും ഞാനിങ്ങനെ ആലോചിച്ചു, എന്താണ് ഈ ഭ്രമാത്മകത എന്ന് പറഞ്ഞാൽ ഭയങ്കര വയലൻസോട് കൂടിയ ഭ്രാന്തുകളാണ് ഞാൻ എൻ്റെ കഥകളിൽ മാറി നിന്ന് വായിച്ച് നോക്കുമ്പം മനസ്സിലാവുന്നത്. എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഇന്നലെ വരെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഇന്ന് ഇതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കണം, എന്താണ് ഈ നോവലിലെ ഈ ഭ്രാന്തുകളുടെ ആധാരം എന്ന് എനിക്ക് തോന്നുമ്പോൾ ഇത് ഒരു എഴുത്താൾ എന്ന നിലയിൽ എൻ്റെ വ്യക്തിപരവും ആന്തരികവുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്ന് എനിക്ക് മനസ്സിലായി. അതായത് പാരമ്പര്യമായിട്ട് ഈ അമ്മ താവഴിയിൽ നിന്നും കിട്ടിയിട്ടുള്ള നല്ല കടുത്ത സ്കിസോഫ്രീനിയും ബൈപ്പോളാർ സ്ത്രീകൾക്ക് ഉണ്ടാവില്ല, വൈക്രോമസോമിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ലോക്ക്ഡ് ആണെങ്കിലും ഇതിൻ്റെ ഒരു സാധനം ലോക്ക് ചെയ്തിട്ട് ജീനിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നല്ല ഭ്രാന്ത്. ഡെല്യൂഷൻ എന്ന് പറഞ്ഞാൽ എമ്മാതിരി ഡെല്യൂഷനാണ്. എൻ്റെ അമ്മാവൻ്റെയൊക്കെ ഡെല്യൂഷൻ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പേടിച്ച് ഓടിപ്പോകുന്ന തരത്തിലുള്ള ഡെല്യൂഷനിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഇത് ജീനിൽ കിടക്കുന്നു. 3 വയസ്സ് മുതൽ എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്. മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം മൈഗ്രെയിൻ. ഗന്ധം, കാഴ്ച, മണം, സ്പർശം, ഇതെല്ലാം എക്സ്ട്രീമായിട്ട് അധികമായിട്ട് നമ്മളെ പൊട്ടിപ്പിളർത്തുന്ന തരത്തിലുള്ള 3 വയസ്സിൽ ആരംഭിച്ച് ഇപ്പോൾ 42 വയസ്സ് പ്രായമുള്ള ഒരു മൈഗ്രെയിൻ എൻ്റെ തലയുടെ ഉള്ളിലുണ്ട്. എന്നാൽ അതുകൊണ്ട് തീർന്നില്ല. ഇതേ 4 വയസ്സിൽ എനിക്ക് ബാലവിഷാദം ഡയഗ്നോസ് ചെയ്തു. നല്ല ഡിപ്രഷൻ. അത് ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്തു. അപ്പോൾ എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ അമ്മ വിചാരിച്ചു കഴിഞ്ഞു, ഇതോടെ കഴിഞ്ഞു, എൻ്റെ മകളുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞു. കൃത്യം 5 വയസ്സായപ്പം പെറ്റിമാൾ എപ്പിലെപ്സി, നല്ല അപസ്മാരം. ഇവിടെ ആരൊക്കെങ്കിലും അപസ്മാരം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓറ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാവും. അപസ്മാരം വരുന്നതിന് മുമ്പ് എന്തൊക്കെ തരം കാഴ്ചകളും ഗന്ധങ്ങളും ഭയങ്ങളും രുചികളും എന്തൊക്കെയോ സാധനങ്ങൾ വരും. അത് ആ സീഷ്യർ വരുന്ന ഒരു സമയത്ത് നമ്മൾ വീട് പോകും. അപ്പോൾ അമ്മ വിചാരിച്ചു അതും കഴിഞ്ഞു എന്ന്. ഇത് 6ാമത്തെ വയസ്സായപ്പോൾ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്തു സ്ലീപ്പ് അപ്നിയ. ഇന്നും എനിക്ക് മെഷീനില്ലാതെ ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങിയാൽ ഞാൻ കാണുന്ന സ്വപ്നങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര മായികവും മാരകവുമായിട്ടുള്ളതാണ്.
ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ എഴുത്തിൽ ഇങ്ങനത്തെ ഉള്ള ഒരു ഭ്രമാത്മക ചിന്തകൾ വരുന്നതെന്ന് വെച്ചാൽ, തലച്ചോറ് ഒരു മനുഷ്യന് ഇത്രയ്ക്ക് താങ്ങാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ നോർമലായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ എന്നുള്ളപ്പോൾ ഞാൻ സ്വയം അഭിമാനിക്കും, ഭയങ്കര ആത്മവിശ്വാസം. ഇത്രയും ഭ്രാന്ത്, അപസ്മാരം, ഡിപ്രഷൻ, എന്തൊക്കെ തരത്തിൽ ഒരു ബ്രെയിനിൻ്റെ അകത്ത് എന്തൊക്കെ തരത്തിലുള്ള ഉന്മാദ പെരുക്കങ്ങൾ ഉണ്ടാകാമോ അത്രയും പെരുക്കങ്ങൾ എൻ്റെ തലയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പം അതുപോലത്തെ പല ആളുകളും ഞാൻ കണ്ടിട്ട്, ഇപ്പോൾ പെഡ്രോ പരാമോ വായിക്കുമ്പോൾ നമുക്കത് അനുഭവപ്പെടും. മാർക്കേസിൻ്റെ കഥകളിൽ ആ ഒരു ഭ്രാന്ത് അനുഭവപ്പെടും. ചില കവികളുടെയൊക്കെ കവിതകൾ വായിച്ചാൽ ആ ഉന്മാദത്തിൻ്റെ ഒരു ലക്ഷണം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പ്രതിഭയുമില്ല, എനിക്ക് പാണ്ഡിത്യവുമില്ല. എനിക്ക് ആകെയുള്ള എൻ്റെ അസറ്റ് എന്ന് പറയുന്നത് കൈമുതലായിട്ടുള്ളത് ഇതാണ്. അപ്പോൾ സ്വപ്നത്തിൻ്റെയും ഇതുപോലത്തെ ഉദ്ഭ്രാന്ത ഭ്രമചിന്തകളുടെയും ഇടയിൽപ്പെട്ട് ഉഴന്നു പോയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായിട്ടുള്ള ഒരു ജീവി എഴുതി പോകുമ്പോൾ സംഭവിക്കുന്ന ഭ്രാന്തുകളാണ് ഭ്രമാത്മതയും വിഭ്രമവും ആ ഒരു ഭയത്തിൻ്റെ പെരുക്കങ്ങളും. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ആ ഒരു സീഷർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും. ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് മൈഗ്രെയിൻ അധികരിച്ചിട്ട് കണ്ണൊക്കെ ഫ്ലിക്കർ ചെയ്യാൻ തുടങ്ങി ഇത് ഇങ്ങനെ ഞെക്കി നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു എഴുത്തുകാരിയുടെ ഭ്രാന്തുകളാണ് ഈ ഭ്രമത്തിൻ്റെ യഥാർത്ഥ ആധാരം എന്നെനിക്ക് തോന്നുന്നു. എനിക്കത് ആന്തരികമായ ഒരു വിഷയമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അപ്പോൾ അത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ്. സ്വാഭാവികം മാത്രമാണ്. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാറില്ല. ഇപ്പം പറഞ്ഞപ്പോഴാണ് ഇന്നാണ് നോക്കണേ ഇതെന്താണ്. എല്ലാ ചേട്ടൻ ഹായ്. ഭ്രമകൽപ്പന എന്ന് പറയുന്നത് നമുക്കൊരു കുറ്റിയിൽ കൊണ്ടുപോയി കെട്ടാൻ പറ്റുന്നൊരു സംഭവമല്ല. ഞാനതിനെ കാണുന്നതെന്ന് വെച്ചാൽ ഒരു അബ്നോർമാലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ ആദ്യം എഴുതിയ കഥയൊക്കെ ഒരു മിസ്റ്ററി നോവലൊക്കെ ആയിരുന്നു. ഞാൻ ഹൈഡ്രേഞ്ചിയ എന്ന് പറഞ്ഞ നോവൽ എഴുതാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കതിലൊരു സീരിയൽ കില്ലറിനെ വേണമായിരുന്നു. അപ്പം ഞാൻ ഓർത്തു, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു സീരിയൽ കില്ലർ ആവുന്നത്? ഒരു കൊലപാതകം ചെയ്യാൻ തന്നെ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാരെ കൊല്ലുന്നതിൽ രസം കണ്ടെത്തുന്ന ആൾക്കാർ ഇവരെങ്ങനെയാണ് ഉണ്ടാവുമെന്ന് എനിക്കറിയണമായിരുന്നു. അപ്പം ഞാൻ എല്ലാ ദിവസവും ഇരുന്ന് ഇവരെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഇവരെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററീസ് കാണാൻ തുടങ്ങി. ഇവരെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങൾ ഞാൻ വായിക്കാൻ തുടങ്ങി. എനിക്കത് അറിയണമായിരുന്നു. എൻ്റെ കൺമുന്നിലുള്ള ഒരു സാധാരണക്കാരനെന്ന് എനിക്ക് തോന്നുന്നൊരു മനുഷ്യൻ ഇയാളെങ്ങനെ സീരിയൽ കില്ലർ ആവുന്നു, ഇയാളുടെ മനസ്സിലെ ചിന്തകൾ എന്തൊക്കെയാണ്. അങ്ങനെ ഞാൻ ആ വഴിക്ക് യാത്ര ചെയ്ത് പോയപ്പോഴാണ് എനിക്ക് ഈ സൈക്കോളജിക്കൽ ത്രില്ലേഴ്സ് എഴുതാനുള്ള ആഗ്രഹം ഉണ്ടായത്. എനിക്കറിയേണ്ടത് ഇതാണ്, ഒരു സാധാരണ മനുഷ്യൻ, എന്നെപ്പോലെയോ നിങ്ങളെപ്പോലെയോ ഉള്ളൊരു സാധാരണ മനുഷ്യന് അവൻ്റെ ഒരു സഹജീവിയെ കൊല്ലാൻ തോന്നുന്നത് എന്തിനാണ്? പ്രത്യേകിച്ചൊരു കാരണം ഉണ്ടാവില്ല. സീരിയൽ കില്ലേഴ്സിന് അവർക്ക് രസമാണ് കൊലപാതകം ചെയ്യുന്നതും അല്ലെങ്കിൽ തലയോട്ടി പിളരുന്ന ശബ്ദം കേൾക്കുന്നതുമൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെങ്ങനെയാണെന്ന് എനിക്ക് അറിയണമായിരുന്നു. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ആ ക്യാരക്ടറിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും ഉണ്ട്. നമ്മളാരും തിരിച്ചറിയാറില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ മോശമാണ് നമ്മുടെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ട്, നമ്മൾ ഡോക്ടറെ കാണാൻ പോകണമെന്നും ആ രോഗി ചിലപ്പം പറയുന്നുണ്ടാവില്ല. ആ രോഗിയെക്കുറിച്ച് അറിയാവുന്ന ആൾ പറയുമ്പോൾ നാട്ടുകാരെല്ലാം പറയുന്നതാണ് വട്ടാണ്, ഇത് അവൻ്റെ ഭ്രാന്താണ്, വട്ടിൻ്റെ ചികിത്സയ്ക്ക് പോയെന്ന് മാത്രമേ പറയത്തുള്ളൂ. ആ ഒറ്റൊരു കുറ്റിയിലാണ് നമ്മളെല്ലാം കിട്ടുന്നത്. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ എല്ലാ വീട്ടിലും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടെന്ന് എനിക്ക് 100% ഉറപ്പ്. നമ്മളിത് പുറത്ത് പറയാറില്ല. പുറത്ത് വരുന്നത് പല ഇഷ്യൂസായിട്ടാണ്. ഫാമിലി ഇഷ്യൂസായിട്ടാണെങ്കിലും പേരൻറ്റിങ് ഇഷ്യൂസായിട്ടാണെങ്കിലും പിള്ളേരുടെ പെരുമാറ്റം കൊണ്ടൊക്കെ ആണെങ്കിലും ഇതെല്ലാവരുടെ മനസ്സിലുമുണ്ട്. നമുക്ക് വേണ്ട എന്താ വെച്ചാൽ മാനസിക രോഗങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ കുടുംബമാണ് അവിടെ സ്വസ്ഥമാകുന്നത്. കുടുംബം സ്വസ്ഥമാകുമ്പോൾ നാച്ചുറലി നമ്മുടെ സമൂഹവും സ്വസ്ഥമാകും. ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, സൈക്കോളജിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന മേഖല എഴുത്താണ്. അപ്പം നമ്മുടെ കൺമുന്നിലുള്ള ഒരാൾ ഇങ്ങനെ ആയി തീരുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ യാത്രയാണ്. ഞാൻ അടുത്ത് എഴുതുന്ന പുസ്തകവും ഇതിനെക്കുറിച്ച് തന്നെയാണ് ഉള്ളത്. നമ്മുടെ കൺമുന്നിലുള്ള മനുഷ്യനെ എങ്ങനെയാണ് ചീത്തയാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഒരു സീരിയൽ കില്ലർ ആവാൻ ഒരു മനുഷ്യനെ എങ്ങനെയാണ് പറ്റുന്നത്, ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
പക്ഷേ ഞാനും ചോദിച്ചോട്ടെ, അതായത് ഭൂരിപക്ഷം മനുഷ്യരും നോർമലായി ജീവിക്കുന്ന, അല്ലെങ്കിൽ നോർമലായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് അഭിനയിക്കുകയെങ്കിലും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. നോർമലായിരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈവൻ നോർമലാണ് എന്ന് മറ്റുള്ളവർ പറയുന്നതാണ് എല്ലാവർക്കും സന്തോഷം. അബ്നോർമലാണ് എന്ന് പറയുന്നതിനകത്ത് ആളുകൾ അത്ര സന്തോഷിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലോകത്തിൽ, ഒരു സമൂഹത്തിൽ ഇത്തരത്തിലൊരു ഫാൻറ്റസി വേൾഡ് സൃഷ്ടിക്കുമ്പോൾ അത് വായനക്കാരതിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? വായനക്കാരതിൽ താല്പര്യരാണെന്നാണോ തോന്നുന്നത്, അതോ അവർക്ക് താല്പര്യമില്ലെന്നാണ്? വായനക്കാർ തീർച്ചയായിട്ടും താല്പര്യത്തോടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേര് 3 തരത്തിലാണ് ഈ വിഷയത്തിനെ സമീപിച്ചത്. ഓരോരുത്തർക്കും സ്വാഭാവികമായിട്ട് അവരുടേതായിട്ടുള്ളൊരു അപ്രോച്ച് ഉണ്ടാവും. പക്ഷേ അത്തരത്തിലുള്ള ഭ്രമാത്മകമായ ചിന്തകളിൽ നിന്നുണ്ടാകുന്ന ഒരു ലിറ്റററി വർക്ക്, അതിനെ വായനക്കാർ ആ തരത്തിൽ തന്നെ മനസ്സിലാക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അതിൻ്റെ വായന ഇപ്പം വളരെ നോർമലായിട്ട് ജീവിക്കുന്ന മനുഷ്യൻ. ഞാൻ ഒരു കാര്യം ഇതിന് മുമ്പേ പറയേണ്ടത് വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വളരെ നോർമലായിട്ട് ജീവിക്കുന്നൊരു മനുഷ്യനാണ്. വളരെ ഭ്രമാത്മകമായിട്ടുള്ള നോവൽ, കോരപ്പാപ്പനെ പോലുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നു, വിഭ്രമാത്മകമായിട്ടുള്ളൊരു ലോകം എഴുത്തിലൂടെയൊക്കെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും വ്യക്തി എന്നുള്ള നിലയിൽ വളരെ നോർമലായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ വളരെ നോർമലായി ജീവിച്ചുകൊണ്ട് തന്നെ ഇത്തരം ഭാവനയുടെ ഒരു, ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഉന്മാദ സമാനമായ സഞ്ചാരങ്ങൾ സാധ്യമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് ആണത്. നമ്മുടെ സർഗാത്മകതയുടെ ഒരു സാധ്യത എന്ന തരത്തിലാണ് അതിനെ മനസ്സിലാക്കുക. സ്വാഭാവികമായിട്ടത് വായനക്കാരിലേക്ക് എത്തുമ്പോൾ, ഒരു വർക്ക് ഓഫ് ആർട്ട് ഒരു വായനക്കാരൻ വായിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ ചിന്തിക്കുന്നത്, അതിൽ അയാളെ അത് അനുഭവിപ്പിക്കുന്നുണ്ടോ, അയാളെ വിശ്വസിപ്പിക്കുന്നുണ്ടോ, അതിൽ എൻഗേജ് ചെയ്യിക്കുന്നുണ്ടോ. ഇപ്പോൾ ഒരു നോവൽ വായിക്കുമ്പോൾ അതിൽ എത്രത്തോളം എൻഗേജ് ചെയ്യുന്നുണ്ട് വായനക്കാരൻ. ഒരു 10, 20, 25 ഒക്കെ പേജ് എത്തുമ്പോഴേക്കും, ഇപ്പം എന്താണെന്ന് വെച്ചാൽ 21-ാം നൂറ്റാണ്ടിൽ 26-ലിരുന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരുപാട് പ്രലോഭനങ്ങൾക്കുള്ളിലിരുന്നാണ് ഓരോ വായനക്കാരനും വായിക്കുന്നത്. അതിനുള്ളിലും ഈ നോവലിൽ പറയുന്ന കഥാപരിസരത്തിലേക്ക്, സംഭവങ്ങളിലേക്ക്, കഥാപാത്രങ്ങളിലേക്ക് വായനക്കാരനെ എത്തിക്കാൻ എഴുത്തുകാരിക്കോ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. അത് സാധിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു ലോകത്തിനുള്ളിലേക്ക് വരും. അത് ഇപ്പം നമ്മൾ ഒരു ഭ്രമാത്മകമായിട്ടുള്ള ലോകം എന്ന് പറയുന്നത് പൂർണ്ണമായും ഭ്രമാത്മകമായിട്ടുള്ള ലോകം എന്നുള്ള തരത്തിലുമല്ല. യാഥാർത്ഥ്യത്തിൽ നിന്ന് നടത്തുന്ന ഒരു തരം ഇപ്പം ഡൈവിങ്ങിലൊക്കെ, സ്വിമ്മിങ്ങിലുള്ള ഡൈവിങ് ബോർഡാണ് ഈ റിയാലിറ്റി. അതിൽ നിന്ന് നടത്തുന്ന ഡൈവാണ് നമ്മുടെ ഇമാജിനറി പ്രോസസ്സ്. അതാണ് അതിൻ്റെ സൗന്ദര്യവും വാസ്തവത്തിൽ. ഇപ്പോൾ ഭ്രമാത്മകമായിട്ടുള്ളൊരു ലോകം സൃഷ്ടിക്കുന്നതിൻ്റെ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പുതിയതായിട്ട് ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വായനക്കാരൻ അതിൽ എൻഗേജ്ഡ് ആകുന്നുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വായനക്കാരതിൽ എൻഗേജ്ഡ് ആകുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, ഇപ്പോൾ ഫ്രാൻസിസ് സെറ്റിക്കോര എന്ന് പറയുന്ന കഥാപാത്രത്തിനെ ഫിക്ഷണലായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു കഥാപാത്രമാണ്. കോരപ്പാപ്പനൊരു കഥാപാത്രമാണ്. പക്ഷേ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വായനക്കാർ വായിച്ച് ഇപ്പോൾ ഇത് യഥാർത്ഥത്തിലുണ്ടായിരുന്ന ആളാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് മാറി. ഇപ്പം ഞാൻ തന്നെ ഇത് അല്ല എന്ന് പറഞ്ഞാൽ പോലും ശരിയാകാത്ത തരത്തിലേക്കാവും. പുസ്തകത്തിൻ്റെ ആദ്യത്തെ വാചകമായിട്ട് എഴുതി വെച്ചേക്കുന്നത് തന്നെ ഇത് ചരിത്രമല്ല, കഥകളും കേൾവികളും ഒക്കെ ആണെന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും അത് വായനയിൽ നേരെ മറിച്ചായിട്ട് സംഭവിക്കുന്നു. ധാരാളം പേർ ഫോൺ ചെയ്തും നേരിട്ടും ഒക്കെ കാണുമ്പോൾ പറയുന്ന 18-ാം കൂറ്റുകാരുടെ വിശേഷം എന്നോട് പറയുന്നു. തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന 18-ാം കൂറ്റുകാരാണ്. അവർ ചില ദുരൂഹമായിട്ടുള്ള ആചാരങ്ങളെപ്പറ്റി എന്നോട് പറയാം. അപ്പം ഞാൻ പറയാം, ഇതൊക്കെ ഒരു ഭാവനയിലുള്ള കാര്യങ്ങളാണ്, നിങ്ങൾ ഇത് യാഥാർത്ഥ്യമായിട്ട് ദയവായിട്ട് കണക്കാക്കരുതെന്ന് പറയുമ്പോൾ തിരിച്ച് ചോദിക്കുന്നത്, സാറിന് ഇതൊക്കെ പറയാനുള്ള ഭയം കൊണ്ടാണല്ലോ ഇതൊക്കെ ശരി? ഇപ്പം ചുരുക്കം പറഞ്ഞാൽ ഈ 18-ാം കൂറ്റുകാരും കോരപ്പാപ്പൻ്റെ ആളുകളും ഒക്കെ യഥാർത്ഥത്തിലുള്ളൊരു യാഥാർത്ഥ്യത്തെക്കാൾ കൂടുതൽ യാഥാർത്ഥ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് പോകും.
ഇപ്പോൾ കുന്നംകുളം എന്ന് പറയുന്നൊരു കൊച്ചു പട്ടണത്തിൽ ജനിച്ച് വളർന്ന ആളാണ് ഞാൻ. കുന്നംകുളത്തിൻ്റെ അടിയിൽ പാരീസിലെ പോലെ കത്തക്കോമ്പുകളുണ്ട് ഞാൻ എൻ്റെ പുസ്തകത്തിലെ. അപ്പം അതിൻ്റെ ചില സാധ്യതകളുണ്ട്. പക്ഷേ യഥാർത്ഥ കുന്നംകുളത്തിൻ്റെ അടിയിൽ ഇതൊന്നുമില്ല. ഒരു സാധാരണ ഒരു പാവം പട്ടണമാണ് കുന്നംകുളം. പക്ഷേ ഇതൊക്കെ എഴുതി പിടിപ്പിച്ച് വായനക്കാർ വായിച്ച് വിഭ്രമാത്മകമായിട്ടുള്ള ഇതിൽ കത്തക്കൊമ്പുകളെ ഇതിനോട് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പം അത് എഴുത്തിൻ്റെ അല്ലെങ്കിൽ സാഹിത്യം എന്ന് പറയുന്ന കലാരൂപത്തിൻ്റെ വലിയൊരു സാധ്യതയാണ്. വാക്കുകളിൽ കൂടി, ഭാഷയിൽ കൂടി നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നൊരു മായാലോകത്തിലേക്ക് വായനക്കാരനെ കൊണ്ടുപോകാൻ കഴിയും. അവരെത്തിക്കഴിയുമ്പോൾ അവർ ആ ലോകത്തിൻ്റെ ഒരു ഭാഗമാവും. എഴുത്തുകാരനെ എഴുതുമ്പോൾ ഭാഗമാകും. ഞാൻ എഴുതുന്നൊരു സമയത്ത് നമ്മൾ സൃഷ്ടിക്കുന്ന ഇടങ്ങളുടെ കഥാപാത്രങ്ങളൊക്കെ നമുക്ക് റിയലായിട്ട് തോന്നുന്നൊരവസ്ഥയും. അപ്പം ആദ്യം ഒക്കെ നമുക്കത് ഒരു 4-5 അധ്യായം വരെയൊക്കെ നോവൽ പോകുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു സ്പേസിലായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടർ, ഇപ്പോൾ ദേവനായകി എന്നുള്ള ക്യാരക്ടർ, അല്ലെങ്കിൽ ഇപ്പോൾ ടിക്കോരയിലുള്ള കഥാപാത്രങ്ങൾ, ഇപ്പോഴുള്ള കഥാപാത്രങ്ങൾ, ഇവരൊക്കെ റിയലായിട്ട് മാറുന്നു. ഇപ്പോൾ ഹാഷിമോട്ടോ മൊറിഗാമി എന്ന് പറയുന്ന കഥാപാത്രം എനിക്ക് എൻ്റെ മകളെക്കാൾ കൂടുതൽ പരിചിതയായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അത്രയ്ക്ക് നമുക്ക് മനസ്സിലാകുന്നത് ഇത് വായനക്കാരിലേക്ക് പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ നോർമലായിട്ട് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ കൂടെ ഭ്രമാത്മകമായ കഥയുടെ പരിസരങ്ങളിലേക്ക് എഴുത്തുകാരൻ തൻ്റെ ഭാഷയിലൂടെ, അല്ലെങ്കിൽ തൻ്റെ ഒരു നറേറ്റീവ്, എന്താ അതിന് പറയാമെന്ന് എനിക്കറിഞ്ഞൂടാ, അതിലൂടെ എത്തിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടുതൽ സാധ്യതകളിലേക്ക് നമുക്ക് പോകാനുള്ള പ്രേരണയോ. കുറച്ച് മുമ്പ് ഇവിടെ എൻ്റെ ഒരു പുതിയ നോവലിൻ്റെ കവർ റിലീസ് ചെയ്തു. നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടു. അനാർക്കലിയുടെ വാൾ എന്നാണ് നോവലിൻ്റെ പേര്. വളരെ ഭ്രമാത്മകമായ മറ്റൊരു വിഷയത്തിലേക്കുള്ള ചിന്തകളിലേക്ക് പോകുന്നതാണ്. അതെന്താണെന്ന് ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. അതായത് വായനക്കാർ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതല്ല എൻ്റെ ചോദ്യം. വായനക്കാർ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളുകളെല്ലാം തന്നെ നിങ്ങളെ കേൾക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ ഒരുതരം ഒരു നോർമൽ ലൈഫിൽ നിന്നുള്ള ഒരു സ്കിപ്പിംഗ്. ഇപ്പോൾ മാം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ സ്വാഭാവികമായിട്ടാണ് മാമിൻ്റെ എഴുത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് വായിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു നോർമൽ ലൈഫിൽ നിന്ന് അയാൾക്ക് കുറച്ച് നേരത്തേക്കെങ്കിലും മറ്റൊരു ലോകത്തിൽ ജീവിക്കാനുള്ള ഒരു അവസരമായിട്ടാണോ അവർ കരുതുന്നത്? എങ്ങനെയാണ് തോന്നുന്നത്? ഇപ്പോൾ കഥകളിലും നോവലുകളിലും ഒക്കെ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഈ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സംഗതികൾ എനിക്കെങ്ങനെ അനുഭവവേദ്യമാകുന്നോ അതിൻ്റെ ഒരു 90% അല്ലെങ്കിൽ ചിലപ്പോൾ 110% അനുഭവവേദ്യമായിട്ടുള്ള വായനക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ജനാഫ്രസിനെ പോലെയുള്ള ഒരു കൊടിയ കാമുകനെ സൃഷ്ടിക്കുന്നു. ഇവിടെയുള്ള ഏത് സ്ത്രീക്കാണ് ജനാഫ്രസിനെ മാതിരി ഒരു കാമുകനെ വേണ്ട എന്നുള്ള അഭിപ്രായമുള്ളത്? ഇല്ല. അവരുടെ ഉള്ളിലൊക്കെയുള്ള ഐഡിയൽ ടൈപ്പ് കാമുകനാണ് ആ കഥാപാത്രം സൃഷ്ടിച്ച് വെക്കുമ്പോൾ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ സ്വപ്നം കണ്ടിട്ടുള്ള, ഇപ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ കേൾക്കുന്ന മുത്തശ്ശി കഥകളും ഫെയറി ടെയിലുമൊക്കെ നമ്മൾക്ക് മുന്നോട്ട് വയ്ക്കുന്ന ഒരു അത്ഭുതകരമായ ലോകമുണ്ട്. ആ ലോകത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് വലുതാകുമ്പോഴും കഥയിൽ നിന്നും നോവലിൽ നിന്നും എല്ലാം നമ്മൾ തിരയുന്നത്. എഴുത്തുകാരൻ തിരയുന്നതും വായനക്കാരൻ തിരയുന്നതും ഒരേ സാധനമാണ്. എഴുത്തുകാരൻ സഞ്ചരിച്ച എല്ലാ വഴിയിലൂടെയും വായനക്കാരൻ പോവും. എഴുത്തുകാരൻ അറിഞ്ഞ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനകളും ഭയവും ഒക്കെ വായനക്കാരനും അറിയും. ഒരുപക്ഷെ എഴുത്തുകാരൻ അറിഞ്ഞതിനേക്കാളും അറിയും. അതുകൊണ്ടാണ് ഹൊറർ നോവലൊക്കെ എഴുതി കഴിഞ്ഞിട്ട് വായനക്കാരൻ പേടിക്കുന്നത്. എഴുത്തുകാരൻ അങ്ങനെ പേടിക്കില്ല. പക്ഷേ ചില സമയങ്ങളിൽ എഴുതിയതിന് ശേഷം ഈ ഭ്രമാത്മകത പ്രശ്നം ഉണ്ടാക്കിയൊരു സംഭവം ഞാൻ പറയാം. ഇവിടെ വിഴിഞ്ഞം ഒരു IB ഉണ്ട്. ആ IBയിൽ ഇരുന്നിട്ടാണ് ഞാൻ കപ്പലിനെ കുറിച്ചൊരു വിചിത്ര പുസ്തകത്തിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് അതിൽ ജനറൽ ആൽബർട്ടോ മേയർ എന്ന് പറയുന്ന കപ്പൽ വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയി. അപ്പോൾ എല്ലാ സമുദ്രങ്ങളിലും
അതിൻ്റെ പ്രേത കപ്പലുകൾ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പ്രേതാവുമല്ലോ, അപ്പോൾ എല്ലാ സമുദ്രങ്ങളിലും ഒരേ സമയം പ്രത്യക്ഷമാവാൻ കഴിയുന്ന പ്രേത കപ്പലുകൾ 42 കണ്ടു. അതിങ്ങനെ കടലിലിങ്ങനെ പെട്ടെന്ന് ഈ 42 അതിൻ്റെ വെളിച്ചം ഇങ്ങനെ ഉയർത്തി എന്ന് പറഞ്ഞിട്ട് ഒരു വരി എഴുതിയിട്ട് എന്തോ ഒരു മരംകൊത്തിയോ എന്തോ വന്നിട്ട് ജനലിലിങ്ങനെ തട്ടിയപ്പം ഞാൻ കർട്ടൻ മെല്ലെ നീക്കി കടലിലേക്ക് നോക്കി. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം നിറച്ചും ഇങ്ങനെ ലൈറ്റ്, നിറച്ചും കപ്പലുകൾ നിന്നുള്ള ലൈറ്റുകൾ ഇങ്ങനെ. അപ്പം ഞാൻ വെറുതെ എണ്ണി നോക്കി ഇങ്ങനെ 1 2 കൃത്യം 42. അതൊരു വെറും കോയിൻസിഡൻസ് ആണ്. പക്ഷെ എനിക്ക് എന്തോ ഒരു ഭയങ്കര പേടിയായി. ഞാൻ പിന്നെ അതൊക്കെ പൂട്ടി വെച്ച് കിടന്നുറങ്ങി. ഒരു ഫോണിലൊരു ഫോട്ടോ എന്തോ എടുത്ത് വെച്ചോന്ന് തോന്നുന്നു, അല്ല ക്യാമറയിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. ഇപ്പം അന്ന് രാത്രി മുഴുവൻ എനിക്ക് ഈ തലയിൽ ഈ സാധനം തന്നെ, ഞാൻ എങ്ങനെയാണ് ഈ 42 കപ്പലിനെ കണ്ടത്, അതെന്താ അങ്ങനത്തെ ഇൻഡ്യൂഷനാണോ, എന്താ ആദിയാണോ, എന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനത്തെയൊക്കെ എന്തൊക്കെയോ ഒരു തോന്നൽ. രാവിലെ ഇറങ്ങി അപ്പുറത്തുള്ളവനോട് ചോദിച്ചപ്പോൾ അത് മീൻകാര ഹാർബറാണ്, ഒരു രാത്രി മീനൊക്കെ പിടിച്ചിട്ട് അവരുടെ ബോട്ട് അവിടെ കൊണ്ടിട്ടതാണ്. ഇതെഴുതിയ ഭ്രാന്തിൽ ഞാൻ നോക്കുമ്പോൾ എനിക്കിതിനെ ഇത്തരത്തിലുള്ളൊരു കാഴ്ചയായിട്ട് ഞാൻ കാണുകയാണ്. കണ്ടത് തോണിയിലോ ബോട്ടിലറ്റുള്ള ലേറ്റാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ആ കപ്പൽ പ്രേതം എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ എഴുത്തുകാരൻ തന്നെ അങ്ങനെ വിചാരിക്കുന്ന ഒരു മതിഭ്രമത്തിൻ്റെ ഒരു അസ്വസ്ഥതയുടെ പോയിൻ്റ് ഉണ്ട്. അത് തീർച്ചയായിട്ടും വായനക്കാരനെ അസ്വസ്ഥപ്പെടുത്താറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ആനന്ദിപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും, എന്നോട് ഏറ്റവും അധികം പെൺകുട്ടികളും സ്ത്രീകളും വയസ്സായവരടക്കം എന്നോട് ചോദിച്ച്, ഇപ്പം ഈ കഥയിൽ വിവരിച്ച മാരത്തെ ഒരു മുതലിനെ ഒരെണ്ണം എക്സ്ട്രാ എടുക്കാണ്ടോന്ന്, ഒരു കാമുകനെ പറ്റി പറയണം, അല്ലെങ്കിൽ ഒരു ഐഡിയൽ ടൈപ്പിനെ പറ്റി പറയാം. എത്ര പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇമാതിരി ഒരെണ്ണം ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഒന്ന് തരുമോ, അല്ല കയ്യിലുള്ളത് തന്നാലും മതി എന്ന് എന്നോട് പറഞ്ഞ അനവധി സ്ത്രീകളുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. പുരുഷന്മാർക്കും അതേപോലെ അവരുടെ സ്ത്രീ സങ്കല്പങ്ങളെ, അവരുടെ അമ്മ എന്ന് പറയുന്ന, എൻ്റെ അച്ഛനെ പറ്റിയൊക്കെ എഴുതുമ്പം എല്ലാവരും പറയും, ഇന്ദുച്ചിക്ക് എത്ര നല്ല അച്ഛനെയാണ് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കഥകളിലുള്ള അച്ഛന്മാർ എത്ര നല്ല അച്ഛന്മാരാണ് എന്നൊക്കെ അങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു കുഴപ്പം എൻ്റെ വർക്കുകളിൽ ഞാനൊരു വായനക്കാരൻ എന്നുള്ള നിലയിൽ, അത് ഭ്രമാത്മകതയല്ല, ഈ ഭ്രമാത്മകത കഥയുടെ സൗന്ദര്യമായിരിക്കുമ്പോഴും അതിൻ്റെ വന്യമായ വയലൻസ് എനിക്ക് തന്നെ ഭയങ്കര അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്നുണ്ട്. തല പൊട്ടിക്കുന്ന ഹോബിയുള്ള കേശവേന്ദ്ര, അയാൾക്ക് ആരുടെ തല കണ്ടാലും ആൽമണ്ടിൻ്റെ സാധനം കുത്തി പൊട്ടിക്കുന്ന മാതിരി പൊട്ടിക്കാൻ തോന്നുക, അങ്ങനത്തെയൊക്കെ ഭയങ്കര വിചിത്രമായിട്ടുള്ളൊരു എക്സ്ട്രീം എക്സ്റ്റസിയുടെ പല സാധനങ്ങളും വായനക്കാരനെ അസ്വസ്ഥപ്പെടുത്തുക മാത്രമല്ല, വായനക്കാരെ പലപ്പോഴും ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കപ്പലിനെ കുറിച്ചുള്ള വിചിത്ര പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായം വായിച്ചതിന് ശേഷം എൻ്റെ അമ്മായിയമ്മ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് നിർത്തി. ഇനി ഞാൻ ഈ മാരികയെ വായിക്കാം, അല്ല നിങ്ങളെ മരുമോളൊരു കഥ എഴുതിയതിന് മാരിക എന്ത് പിഴച്ചു എന്ന് ചോദിച്ചാൽ, അമ്മ പറഞ്ഞ് എനിക്ക് 65 വയസ്സായി, എനിക്ക് ഇതൊന്നും താങ്ങാനുള്ളൊരു ഹൃദയമില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മായിമ്മ എൻ്റെ ആദ്യത്തെ ചാപ്റ്റർ അല്ലാതെ ആ കഥാ ബുക്ക് വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മതിയായി. അമ്മ അത് വായിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു അധ്യായം തന്നെ അമ്മയ്ക്ക് ഉണ്ടാക്കിയ ഒരു ആഘാതം. ഞാൻ അമ്മ പറയുമ്പോൾ ഞാൻ അമ്മേൻ്റെ മുഖത്തെ എന്ന് പറഞ്ഞിങ്ങനെ നോക്കി. അപ്പോൾ അതെനിക്ക് മനസ്സിലായി, ആ ഒരു ഫീൽ എനിക്ക് മനസ്സിലായി. അസ്വസ്ഥതയ്ക്കപ്പുറം ആക്രമണവും കൂടി എഴുത്തുകൾ അഴിച്ചുവിടാറുണ്ട്. സത്യമാണ് അത്. അതിന് വായനക്കാരനോട് ക്ഷമ ചോദിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. അല്ല, ആ പറഞ്ഞത് എന്നെയും പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു മാധ്യമ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഈ സർക്കുലേഷൻ കുറഞ്ഞല്ലോ ഒരാഴ്ച. അത് കുറഞ്ഞു. അതേസമയം അതിനൊരു വശമുണ്ട്. അതേസമയം ഫേസ്ബുക്കിൽ ആ സമയത്ത് ഒരാൾ പറയാണ്, വളരെ മോശമായിട്ട് പറയണ, എനിക്ക് ആത്മരതി ചെയ്യാൻ ഇപ്പോൾ മാതൃഭൂമിയുടെ പേപ്പർ എടുത്ത് അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഭയങ്കര വിവാദമായ. ഞാൻ ആ മാതൃഭൂമിയുടെ താള് പിച്ച് കീറിയിട്ട് അകത്ത് പോകുമെന്ന് പറഞ്ഞ ഒരു പ്രമുഖനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ ഞരമ്പുകൾ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സർക്കുലേഷൻ. സന്തോഷം. ഓക്കെ, മലയാളത്തിൽ ഒരു വലിയ കാലഘട്ടത്തിന് ശേഷം കുറ്റാന്വേഷണ നോവലുകൾക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുന്നത് കോഫി ഹൗസ്, ഹൈഡ്രഞ്ചിയൊക്കെ പോലെയുള്ള നോവലുകളിലൂടെയാണ്. ഇപ്പോൾ ഈ ദൃശ്യം സിനിമ ഇറങ്ങിയതിന് ശേഷം നമുക്കറിയാം പല കൊലപാതകങ്ങളും ഒക്കെ നടക്കുമ്പോൾ ദൃശ്യം മോഡൽ കൊലപാതകം എന്നൊക്കെ പറയുന്ന പോലെ ഇത് ഈ താങ്കൾ സൃഷ്ടിച്ച
കഥാപാത്രങ്ങൾ, താങ്കൾ സൃഷ്ടിച്ച ആ ഒരു മോഡസ് ഓപ്പറാൻഡി, ഇതൊക്കെ വായനക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്, വായനക്കാർ ധാരാളമായി വായിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും രീതിയിൽ അവരെ മോശമായി സ്വാധീനിക്കുന്നതായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? മോശമായി സ്വാധീനിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എൻ്റെ അറിവിൽ വന്നിട്ടില്ല ഈ കാര്യം. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ക്രൈം എഴുതുമ്പോൾ ഞാൻ എഴുതിയ ക്രൈമിനേക്കാളും വലിയ ക്രൈംസ് നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. അത് നിങ്ങൾ ഏത് ക്രൈം പുസ്തകം എടുത്ത് വായിച്ചാലും അറിയാൻ പറ്റും. നമ്മൾ എന്നും പത്രത്തിലും വാർത്തയിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. നോവലിലുള്ള ക്യാരക്ടറിനേക്കാളും ക്രൂരരായ ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അത്രയൊന്നും ഞാൻ എഴുതാറില്ല. ഞാനിത് എഴുതുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുന്നിൽ വരുന്ന ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ചെകുത്താനുണ്ട് എന്ന് വായനക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമുക്കെല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്നും എപ്പോഴും നമ്മൾ ഒരു ആക്രമണത്തിന് ഇരയാകാൻ നമുക്ക് ചാൻസ് ഉണ്ട്. അത് മാനസികമായിട്ടാകാം, അല്ലെങ്കിൽ ഫിസിക്കലായിട്ടാകാം. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ പുസ്തകം വായിച്ചിട്ട് ഇപ്പോൾ കൊലപാതകം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ വെളിയിലുള്ള ആൾക്കാർ ചെയ്യുന്ന കൊലപാതകങ്ങൾ കാണുമ്പോൾ അവരെക്കുറിച്ച് എഴുതണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രാൻസിസ് ചിട്ടിക്കോര, അല്ലെങ്കിൽ ഇപ്പോൾ കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ, ആ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് ഇത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന, അതായത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെയും കൂടി ഒരു പ്രശ്നമുണ്ട്. ചരിത്രം പുനർനിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭാവിയിൽ അങ്ങനെ ഒരു ഭീഷണി താങ്കൾ കാണുന്നുണ്ടോ? ഇത്തരത്തിൽ താങ്കൾ എഴുതി വെച്ചത് ചരിത്രമാണ്, അതാണ് ചരിത്രം എന്ന് വിശ്വസിക്കുന്ന രീതിയിലേക്ക് വായനക്കാരുടെ സമൂഹം എന്നല്ല, ചിലപ്പോൾ നാളെ ഇനി വരാൻ പോകുന്ന ഒരു തലമുറ അങ്ങനെ വിശ്വസിക്കുമെന്ന്, അങ്ങനെ ആ ഒരു വിശ്വാസത്തിലേക്ക് എത്തുമെന്ന് അങ്ങനെ ഒരു ഭീഷണി തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം ചരിത്രം എന്ന ജ്ഞാനമേഖല അതിൻ്റേതായിട്ടുള്ള മെത്തഡോളജി അനുസരിച്ച് നടത്തുന്നൊരു പഠന വിഭാഗമാണ്. അതിൽ വളരെ പണ്ഡിതരായിട്ടുള്ള ആളുകളുണ്ട്, അവരെഴുതുന്ന പുസ്തകങ്ങളുമുണ്ട്. ചരിത്രമറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വായിക്കേണ്ടത്, പഠിക്കേണ്ടതും അത്തരം കാര്യങ്ങളാണ്. അവർ കഥയും നോവലും ഒക്കെ വായിച്ച് ഇത് ചരിത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന മഹാബദ്ധമായിരിക്കുന്ന വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് എൻ്റെ നോവലിൻ്റെ ആദ്യ വാചകം ആയിട്ട് ഇത് ചരിത്രമല്ല എന്ന് തുടങ്ങാൻ തന്നെ കാരണം. ചരിത്രം എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം, നോവലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കഥ പറയാനുള്ളൊരു സാധ്യത മാത്രമാണ്. ചരിത്രം മാത്രമല്ല, മറ്റെല്ലാ ജ്ഞാനമേഖലകളും നമ്മൾ കഥ പറയാനുള്ള സാധ്യതയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഗണിതം ഉപയോഗിച്ചിട്ടുണ്ട്, ബോട്ടണി ഉപയോഗിച്ചിട്ടുണ്ട്, മാത്തമാറ്റിക്സിൻ്റെ പലതരത്തിലുള്ള സാധ്യതകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ചരിത്രത്തെ അങ്ങനെ തന്നെ കാണേണ്ടതുണ്ട്. ചരിത്രത്തെ കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന ഒരു ശീലം നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് വളരെ കാലമായിട്ടുണ്ടായിരുന്നില്ല, അടുത്ത കാലത്തും. അപ്പം അതിൻ്റെ ഒരു പോരായ്മയും ചരിത്രത്തെ സമീപിക്കുന്നതിനുള്ള ചെറിയ എളുപ്പ വഴികളൊക്കെ ആയിട്ട് കഥാപുസ്തകങ്ങളേക്ക് സ്വീകരിക്കും. ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞ് പിന്നെ ഒരു 2500-ലോ 2600-ലോ ഒക്കെ ഇന്നത്തെ കാലത്ത് വന്നിട്ടുള്ള നോവലുകളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഇതായിരിക്കും ചരിത്രമെന്ന് വിശ്വസിക്കാൻ പോയ വലിയ അബദ്ധത്തിലായിരിക്കും സംഭവിക്കുക. അപ്പം അങ്ങനത്തെ ഒരു ആശങ്കയില്ല. നോവലിനെ ഒരു കലാസൃഷ്ടിയായിട്ട് എഴുത്തുകാരൻ ചുറ്റുമുള്ള ജീവിതത്തിൽ നിന്ന്, യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് തൻ്റെ ഭാവന ഉപയോഗിച്ച് സൃഷ്ടിച്ചെടുക്കുന്ന ഒരു കലാസൃഷ്ടിയായിട്ട് മനസ്സിലാക്കണം. അതിൻ്റെ സൗന്ദര്യാത്മകമായിട്ടുള്ള തലത്തിൽ, അതിൻ്റെ തത്വചിന്താപരമായിട്ടുള്ള തലത്തിൽ, അതിൻ്റെ വായനാപരമായ സന്തോഷങ്ങളിലേക്ക്. ഇപ്പോൾ പ്ലഷർ ഓഫ് ടെക്സ്റ്റ് എന്ന് പറയും. ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസികമായ ആനന്ദം, അതിൽ പലതരത്തിലുള്ള സാധ്യതകളാണ് പറയുന്നത്. ഒരു പ്ലേ ഓഫ് ലാംഗ്വേജ് ഉണ്ടാവും, പ്ലേ ഓഫ് ഐഡിയാസ് ഉണ്ടാവും, പലതരത്തിൽ ആ പ്ലഷർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അത്തരത്തിൽ മനസ്സിലാക്കാൻ ഒരു കാര്യമാണ് സാഹിത്യം. സാഹിത്യത്തിനെ ദയവായിട്ട് ചരിത്രമായിട്ട് നേരിട്ട് ബന്ധിപ്പിക്കരുത്. ബന്ധിപ്പിക്കുകയാണെങ്കിൽ വളരെ തെറ്റായിട്ടുള്ള നിഗമനങ്ങളിലേക്കായിരിക്കും പലപ്പോഴും എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്തരത്തിലുള്ള ആശങ്കയില്ല. ഇനി ഇത് തെറ്റായി ആളുകൾ വ്യാഖ്യാനിക്കുകയും ഇതിനെ ചരിത്രമായിട്ട് സ്വീകരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ വിധി എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്താണെന്ന് വെച്ചാൽ തെറ്റായ വഴികളിൽ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ വ്യക്തമാവും.
80കളിൽ തമിഴ്നാട്ടിലേക്ക് പോകുന്ന സമയത്ത്, ഞാൻ ജോലി സംബന്ധമായിട്ട് പോകുന്ന സമയത്ത് അവിടുത്തെ ഹോട്ടലിലൊക്കെ കയറി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ സ്റ്റീൽ ടംബ്ലറുകളിൽ ഒക്കെ കാപ്പിയും ചായയൊക്കെ കൊണ്ട് തരുന്നതിൽ, അല്ലെങ്കിൽ പ്ലേറ്റുകളിൽ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ആ ഹോട്ടലിൻ്റെ പേര് മാത്രമല്ല. ഇപ്പോൾ വിഷ്ണു ഭവൻ എന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന, അവിടെ നിന്ന് കാപ്പി കുടിക്കുകയാണെങ്കിൽ മദ്രാസ് സെൻട്രലിനടുത്തൊരു ഹോട്ടലുണ്ടായിരുന്നു വിഷ്ണു ഭവൻ. അപ്പോൾ അതിൻ്റെ ടംബ്ലറിൽ എഴുതി എൻഗ്രേവ് ചെയ്ത് വെച്ചേക്കുന്ന വാചകം എന്താണെന്ന് വെച്ചാൽ വിഷ്ണു ഭവനിൽ ഇരുന്ന് തിരുടിയത്. ആളുകൾ ഇത് മോഷ്ടിച്ച് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് എഴുതി വയ്ക്കുന്നത്. ഇത് വീട്ടിൽ കൊണ്ടുവച്ച അപമാനമാണല്ലോ. വിഷ്ണു ഭവനിൽ നിന്ന് മോഷ്ടിച്ച് കൊണ്ടുവന്ന ടംബ്ലറാണ് വീട്ടിലിരിക്കുന്നതെന്ന് അയാൾ കണ്ടാൽ മോശമാവില്ലേ എന്ന് വെച്ചാൽ ആളുകൾ. ഇത് 80കളിലാണ്, 90കളൊക്കെ ആയപ്പോഴേക്കും ഇതിൻ്റെ ഒരു അപകടം മനസ്സിലായിട്ടും അത് സ്വയം അവർ ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ആലോചിച്ചൊരു 10-200 കൊല്ലം കഴിഞ്ഞിട്ട് ഉത്ഖനനമൊക്കെ ചെയ്തിട്ടാണല്ലോ ചരിത്രകാരന്മാർ തെളിവുകൾ എടുക്കുക. ഇങ്ങനത്തെ കുറേ പാത്രമൊക്കെ തെളിവിനായിട്ട് എടുത്ത് അതിലൊക്കെ നോക്കുമ്പോൾ അങ്ങനെ വിഷ്ണു ഭവനിൽ ഇരുന്ന് തിരുടിയത് ഇതൊക്കെ പറഞ്ഞ് പാത്രങ്ങളിൽ എഴുതി വെച്ചിട്ട് ഇത് കണ്ട ആ കാലത്തുള്ള ആളുകളൊക്കെ ഭയങ്കര കള്ളന്മാരായിരുന്നു എന്നുള്ളൊരു നിഗമനത്തിലെത്തിയ എന്തൊരു അബദ്ധമായിരിക്കും. അപ്പോൾ ചരിത്രത്തിൻ്റെ പഠനം, അതിൻ്റെ ഒരു മെത്തഡോളജിയിൽ അതിൻ്റേതായ ശാസ്ത്രീയമായിട്ടുള്ള മാനദണ്ഡങ്ങൾ വേണം. അതുപോലെ അതിൻ്റെ മറ്റൊരു വശമായിരിക്കും ഇപ്പോൾ സാഹിത്യം. ഇപ്പോൾ ഇന്ദുമേനോൻ എഴുതിയ നോവൽ വിചാരിച്ചിട്ട് ഈ കാലത്ത് മനുഷ്യന്മാരങ്ങനെയാണ് ജീവിച്ചിരുന്നത് ഇതൊക്കെ ധരിച്ചാൽ വലിയ അബദ്ധത്തിലായി പോകും. വളരെ സാധാരണ പോലെയാണ് ആളുകൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ നോവലോ അല്ലെങ്കിൽ ലാജോൻ്റെ നോവലോ മറ്റേത് മനുഷ്യൻ്റെ നോവലാണെങ്കിൽ നോവലിനെ നോവലായി വായിച്ച് നിങ്ങൾ ആസ്വദിക്കുക, ചിന്തിക്കുക, ചിന്തയുടെ പല സാധ്യതകൾ ഉപയോഗിക്കുക, അതൊക്കെയുള്ളൂ. അത് ചരിത്രകാരന്മാർ വേറെയുണ്ട്, ഞങ്ങളെപ്പോലുള്ളവരല്ല. വളരെ സമർത്ഥരായിട്ടുള്ള ഇപ്പം രാജൻ ഗുരുക്കൾ സാറിന് MGS മരിച്ചു പോയി, MGSനെ പോലെയുള്ളവർ, അതുപോലെ ഇർഫാൻ ഹബീബിനെ പോലെയുള്ള, റോമില താപ്പറെ പോലെ ഒരുപാട് പേരുടെ പേര് നമുക്ക് പറയാൻ പറ്റും. പല ചരിത്രകാരന്മാർ അവരത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അവരെഴുതിയ പുസ്തകങ്ങൾ മാത്രമേ ദയവായിട്ട് ചരിത്രം അറിയാൻ വേണ്ടി നിങ്ങൾ വായിക്കാവുള്ളൂ. ചരിത്രം അറിയാൻ വേണ്ടി നോവൽ വായിക്കരുത് എന്നാണ് എനിക്ക് പറയാൻ. പക്ഷെ നമ്മളിപ്പോൾ ചരിത്രമാക്കാൻ വേണ്ടിയിട്ട് എഴുതിയ പലതും അല്ല ഇപ്പോൾ ചരിത്രമായിട്ട് വരുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ഇപ്പോൾ ജനാഫ്രസിനെ പോലെയുള്ള ഒരു കാമുകനെ സൃഷ്ടിക്കുമ്പോൾ അത് ഒരു സ്ത്രീ, ഇപ്പോൾ മാം പറഞ്ഞതുപോലെ ഒരുപാട് സ്ത്രീകൾ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന ഒരു കാമുകനാണത്. അപ്പോൾ അങ്ങനെ ഒരു ഭ്രമകൽപ്പന സൃഷ്ടിക്കപ്പെടുമ്പോൾ, ഇപ്പോൾ രാമകൃഷ്ണ സാറാണെങ്കിലും ലാജോ ചേട്ടനാണെങ്കിലും ഉണ്ടാക്കുന്ന പോലെയുള്ള ഭ്രമകൽപ്പനകൾ ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ ഒരു എഴുത്തുകാരി എഴുതുമ്പോൾ അതിന് വേറെ എന്തെങ്കിലും മാനങ്ങൾ കൽപ്പിക്കപ്പെടുകയോ അതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുകയോ ചെയ്യപ്പെടാം? അതിപ്പം സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ അറിയാലോ. പുരുഷന്മാരുടെ ഭ്രമകൽപ്പനകളും എഴുത്തുകളും ഭ്രാന്തുകളും ലൈംഗികതകളും ലൈംഗിക ചോദനകളും എല്ലാ സംഗതികളും അവൻ്റെ തൊപ്പിയിലെ പൊൻതൂവലായിട്ട് കണക്കാക്കുന്ന ഇതേ സമൂഹം തന്നെ ഒരു സ്ത്രീ എഴുതിയാൽ എന്തായിരിക്കും എഴുതുക? അമ്മായിക്ക് കഴപ്പാണ് എന്ന് ഡെറഗേറ്ററി ആയിട്ട് പറയും. വല്യമ്മയ്ക്ക് സൂക്കേടാണ് എന്ന് പറയും. അല്ലെങ്കിൽ അവളെ ഏജ് ഷെയിം ചെയ്യും. അമ്മച്ചിക്ക് മെനോപോസായി എന്ന് പറയും. നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ഫേസ്ബുക്ക് തുറന്ന് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീ എഴുതിയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഗതിയെ അവൾ എന്തെഴുതിയാലും ആ രീതിയിൽ ഏജ് ഷെയിം ചെയ്യുക, സ്ലട്ട് ഷെയിം ചെയ്യുക, ഈ എന്തെങ്കിലും ഭ്രമാത്മകത എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പോഴെന്താണ് പറയുന്നത്? ഇത് അവളുടെ അനുഭവമാണ്, അവൾ സ്വന്തം ജീവിതത്തിൽ നിന്ന് എഴുതിയതാണ്. ആ പെണ്ണ് ശരിയില്ല, അവൾക്ക് ഇത്ര വയസ്സായില്ലേ, അവൾക്കൊക്കെ എന്തൊക്കെ തരത്തിൽ ഒരു പൊതുവേദിയിൽ പറയാൻ സഭ്യമല്ലാത്ത രീതിയിലാണ് ഒരു സ്ത്രീയുടെ എഴുത്തുകളെ കാണുന്നത്. പുരുഷൻ എന്തെഴുതിയാലും പൊൻതൂവലാണ്, അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷെ സ്ത്രീ എന്തെഴുതിയാലും വലിയ അപകടമാണ്. സ്ത്രീ രാഷ്ട്രീയം എഴുതിയാലോ, തിയറി പറയുകയും തെറി പറയുകയും ചെയ്യുന്ന സ്ത്രീയെ ഒരുപോലെ പേടിയാണ് സമൂഹത്തിന്. സ്ത്രീകൾ രാഷ്ട്രീയം ഒളിച്ച് കടത്തിയാലും എൻഡ് ഓഫ് ദ ഡേ അവൾക്ക് കേൾക്കാൻ പോകുന്നത് അവളുടെ ശരീരത്തെക്കുറിച്ചും സ്ത്രീ എന്ന രീതിയിൽ അവൾക്ക് ഷോക്ക് വാല്യൂ ഡെലിവർ ചെയ്യുന്ന, അയ്യോ എനിക്കിതൊന്നും എഴുതണ്ട, എനിക്കെൻ്റെ സമാധാനമാണ് വലുത്
എന്ന് ഒരു സ്ത്രീക്ക് തോന്നുന്ന വിധം ജുഗുപ്സയുണ്ടാക്കുന്ന മോശം സംഗതികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ്. ഏറ്റവും വലിയ എക്സാമ്പിൾ ഫേസ്ബുക്ക് തുറന്നു നോക്കിയാൽ മതി. ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ ഒരെണ്ണത്തിന് എനിക്ക് ഷെയർ ചെയ്യാമോ, അല്ലെങ്കിൽ കയ്യിലുള്ള അത് ഭാവനയാണ് എന്ന് പലരും മറന്നു പോകുന്നു. നമ്മൾ എഴുതുന്ന കഥയിലെ കാമുകൻ നമുക്ക് റിയലി ഉള്ള കാമുകനാണെന്ന് വിശ്വസിക്കുന്നു. ഒരു കഥയിൽ അവിഹിതം എഴുതുമ്പോൾ ഭർതൃമതിയായ സ്ത്രീ കുടുംബത്തിൽ നിനക്കെന്താ അവിഹിതമുണ്ടോ എന്ന ചോദ്യത്തെ നേരിടേണ്ടി വരുന്നു. ഇത് പുരുഷൻ എഴുതുമ്പം എന്തൊരു ഭാവന എന്ന് പറയുന്ന ആൾ തന്നെ സ്ത്രീ എഴുതുമ്പോൾ നീ എന്താ അങ്ങനെയൊക്കെ എഴുതിയത്, നിനക്ക് എന്താ അങ്ങനത്തെ എന്തെങ്കിലും തോന്നലുണ്ടോയെന്ന് സ്വന്തം വീട്ടിൽ നിന്ന് ചോദിക്കും. ഒരു സംശയമില്ല. അങ്ങനെ നേരിട്ട അസംഖ്യം എഴുത്തുകാരികൾ ഇവിടെയുണ്ട്. സ്ത്രീകൾക്ക് എന്തിനും ലിമിറ്റേഷൻസ് ഉണ്ട്. അത് ഭ്രമാത്മകതയ്ക്കും ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പിന്നോട്ട് വലിക്കാറുണ്ടോ? പിന്നെ ഇതിപ്പോൾ സമാധാനം വേണോ കഴുത്ത് വേണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് സമാധാനം മതി, എൻ്റെ കഴുത്ത് മതി, എനിക്ക് എഴുത്ത് വേണ്ട എന്ന് പറയാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഒരിക്കലും രാഷ്ട്രീയം എഴുതുന്നില്ല. എഴുതുകയാണെങ്കിൽ തന്നെ രഹസ്യമായി ഒളിപ്പിച്ച് കിടത്തുകയാണ്. നമ്മൾ വല്ല ഒരു ഉമ്മ വെച്ച് എഴുതിയാൽ അയ്യേന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ സദാചാര പോലീസിങ് അറിയോ. വേറെ ആൾക്കാരാണ് എഴുതി വെച്ചാൽ ഒരു പ്രശ്നമില്ല. പുരുഷന്മാരുടെ ലോകം പൊതുവെ എളുപ്പമുള്ളതാണ്, സുഖമുള്ളതാണ്. ഒരു സ്ത്രീക്ക് അങ്ങനെയല്ല. ഞാനിപ്പോൾ ഇവിടെ നിന്നൊക്കെ പ്രസംഗിച്ചിട്ട് എനിക്ക് പലപ്പോഴും എൻ്റെ വീട്ടിനകത്ത് നിന്നിട്ട് വിപ്ലവമൊന്നും എനിക്ക് പ്രസംഗിക്കാൻ പറ്റില്ല. ഞാൻ ഭയങ്കരമായി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ ഇതെല്ലാ വേദികളിലും ഞാൻ പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന എത്ര സ്ത്രീകൾ ഇന്ന് രാത്രി വരെ ഇവിടെ പരിപാടി കാണാമെന്ന് വിചാരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഇന്ന് രാവിലെ എഴുന്നേറ്റ് അവിയലോ രാത്രി ഭർത്താവിന് കഴിക്കാനുള്ള ഭക്ഷണമോ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അവന് ഇനിയിപ്പോൾ 4 ദിവസം ഞാൻ മാതൃഭൂമി ഫെസ്റ്റിവലിന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൾ 4 ദിവസത്തേക്കും അയാൾക്ക് മാറി മാറി കഴിക്കാനുള്ള കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. എന്ത് പൊളിറ്റിക്സ് നിങ്ങൾക്ക് കുടുംബം വേണമെന്നുണ്ടെങ്കിൽ അത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകളിലൂടെ കടന്നു പോയേ പറ്റൂ. സ്ത്രീക്ക് ഒരുപാട് പ്രതിസന്ധി ഉണ്ട്. എൻ്റെ കുട്ടി എൻ്റെ അടുത്ത് പാല് വേണമെന്ന് പറയുമ്പോൾ എനിക്ക് പോയിട്ട് മോനെ ഞാൻ പോയിട്ട് 2 നോവൽ എഴുതട്ടെ എന്ന് എനിക്ക് ചെറിയ കുട്ടിനോട് പറയാൻ പറ്റില്ല. അച്ഛൻ അങ്ങനെയല്ല. അച്ഛന് ഭാര്യയോട് പറഞ്ഞാൽ മതി ഒക്കെ ഒരു പാലെടുക്ക്. അതൊക്കെ ഇപ്പം നമുക്കിപ്പം പലതരത്തിലുള്ള കുരുക്കുകൾ സ്ത്രീകൾക്കുണ്ട്. കുട്ടി വിശന്ന് കരയുമ്പോൾ ഏതമ്മയെ പോയി കഥ എഴുതാൻ പോകണോടോ, എമ്മാരി തൊയിരക്കേടായിരിക്കും അറിയാം. കാത ഞാൻ എൻ്റെ വീട്ടിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു എൻ്റെ കുട്ടികൾ അമ്മേന്ന് വിളിക്കുന്നത്. ഞാൻ വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ നേരം അമ്മേന്ന് ആദ്യം വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ വിളിക്കരുതേ പ്ലീസ്ന്ന്. അമ്മാരി വിളി ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുക 6 തവണ വിളിക്കണോ? എങ്ങനെയാണ് പിന്നെ ഒരു സ്ത്രീക്ക് ഇതെഴുതാൻ എഴുതിയതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച കുട്ടികൾ ഭയങ്കര സാധനങ്ങളാണ്, മോൺസ്റ്റേഴ്സാണ് എല്ലാ കുട്ടികളും. അവർ കിട്ടിയില്ലെങ്കിൽ അച്ഛനോടൊക്കെ പോയി പറയും, അമ്മ ഞാനത് ചോദിച്ചിട്ട് അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നില്ല എന്നൊക്കെ പറയും. അപ്പം നോക്കുമ്പോഴാണ് കഥ. ഇവൾ കഥ എഴുതുമായിരുന്നു. കുട്ടിക്ക് യൂണിഫോം ചളിയായാൽ അച്ഛനെ ചീത്ത പറയുമോ? സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ട് നമ്മളെ ചീത്ത പറയും. കുട്ടി രാവിലെ എണീറ്റിട്ടില്ലെങ്കിലോ നമ്മളെ ചീത്ത പറയും. കുട്ടിയുടെ ലഞ്ച് കെട്ടി കൊടുത്തിട്ടില്ലെങ്കിലോ നമ്മളെ ചീത്ത പറയും. ഈ പ്രതിസന്ധികളുടെ ഉള്ളിലൊക്കെ നിന്നുകൊണ്ട് ഭ്രമാത്മകത എഴുതിയ അയിനും തെറിയിട്ടിടൂ. ഈ വിചാരിക്കുന്ന പോലെ എളുപ്പമൊന്നുമല്ല സ്ത്രീകൾക്ക്. അതിനെ മറികടന്ന സ്ത്രീകൾ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകാത്ത സ്ത്രീകളില്ല. നമ്മുടെ മുന്നിൽ നടന്നു പോയ ആയിരക്കണക്കിന് സ്ത്രീകൾ ഫെമിനിസ്റ്റുകൾ എന്ന പേര് കേട്ട്, അഹങ്കാരികൾ എന്ന പേര് കേട്ട്, ധിക്കാരികൾ എന്ന പേര് കേട്ട് അവർ വെട്ടിയ വഴികളുണ്ടായതുകൊണ്ട് കുറച്ച് പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നു എന്ന് മാത്രമാണ്. ഇവിടെ വന്ന പ്രമുഖ എഴുത്തുകാരിയുടെ ബ്ലൗസിൻ്റെ ബാക്കിൽ ഒരു ചെറിയ വട്ടം കണ്ടിട്ട് ഇത് എഴുതുന്നത് കൊണ്ടാണ് ഇവളുടെ പുസ്തകം അധികമായിട്ട് വിറ്റ് പോകുന്നതെന്ന് പറയുന്ന പ്രമുഖനും ഇവിടെ തന്നെ ഉണ്ട്, ഇന്നുണ്ട്. അപ്പം അവർ പറഞ്ഞു എന്നാൽ ഒരു 5-6 ബ്ലൗസ് തയ്പ്പിച്ച് നിങ്ങൾ ഇട്ടോ എന്ന് പറഞ്ഞു. അപ്പം അതിന് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും പരിണാമപരമായി സ്ത്രീ നേരിടുന്ന പ്രതിസന്ധികളെ ഒരു പെട്രിയാർക്കൽ സമൂഹത്തിൽ സ്ത്രീയുടെ ഔദാര്യമാണ് ഈ ലോകം മുഴുവൻ. ഈ സംസ്കാരം, കുട്ടികൾ വളരുന്നത്, ഭാഷ പഠിക്കുന്നത് ഒക്കെ അമ്മയുടെ ഔദാര്യമാണ്.
അമ്മയാണ് ആണിവേര്. അച്ഛനും ചെയ്യാൻ പറ്റും, പക്ഷേ എപ്പോഴും അത് അമ്മയുടെ ആയിട്ട് കരുതപ്പെട്ടു പോകുന്നു. നിങ്ങൾക്കൊക്കെ വീട്ടിൽ ഇൻലോസൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. കുട്ടി കരയുമ്പം, കുട്ടി വിശക്കുമ്പോൾ വീട്ടിലൊരാൾ പ്രായമായ എൻ്റെ അച്ഛനെ ഞാൻ 9 വർഷം നോക്കിയ ആളാണ്. എൻ്റെ അച്ഛൻ അനങ്ങാൻ കിടക്കാൻ വയ്യാതെ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ ഞാൻ എഴുതാൻ പോവോ, ഭ്രമാത്മകത പറയാൻ പോവോ, എൻ്റെ അച്ഛനെ ക്ലീൻ ചെയ്യാൻ പോവോ? ഞാൻ എൻ്റെ അച്ഛനെ ക്ലീൻ ചെയ്യാനാണ് പോവുക. മനസ്സിലായില്ലേ? അതാ പ്രശ്നം. ശരി. ഇപ്പോൾ നമ്മുടെ ഈ 2 മറ്റെഴുത്തുകാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചേട്ടൻ്റെ പുസ്തകങ്ങളിലുള്ള ആളുകൾ നമുക്ക് കുറച്ചും കൂടി കണക്ഷൻ നമുക്ക് അറിയാവുന്ന ആളുകളാണ്. അതായത് ഇപ്പോൾ റൂത്തിൻ്റെ ലോകത്തിലെ ആണെങ്കിലും ഹൈഡ്രേഞ്ചിലെയും കോഫി ഹൗസിലൊക്കെ ആളുകൾ നമ്മുടെ ചുറ്റുപാടും ഉള്ള ആളുകളാണ്. അപ്പോൾ അതിനകത്തുള്ള ഫാൻറ്റസി എന്ന് പറയുന്നത്, അതിനകത്തുള്ള ഇല്യൂഷൻ എന്ന് പറയുന്നത് ഇത്രമാത്രം വലിപ്പമുള്ള ഒരു ഇത്രയധികം നമുക്ക് വലിയൊരു സംഗതിയല്ല. അത് വളരെ സബ്റ്റിലായിട്ടാണ് അതിൻ്റെ ഒരു പൊളിറ്റിക്സ് പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ആ ഒരു രചനാശൈലിയിലേക്ക് എത്തുന്നത്? താങ്കൾക്ക് പറയാനുള്ള ആശയത്തിനെ എങ്ങനെയാണ് അതിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇതിനകത്ത് ഇത് 2 തരത്തിൽ വേണമെങ്കിൽ പറയാം. അതായത് സാധാരണ നോവൽസിലൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫാൻറ്റസി നോവൽസിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു വേൾഡ് ബിൽഡിംഗ് അവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ നോർമലി കാണുന്ന ലൈഫിൽ നിന്നല്ലാതെ ഒരു പ്രത്യേകതരമായ വേൾഡ് ബിൽഡിംഗ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഈ ക്യൂരിയോസിറ്റി കൊണ്ടാണ് നമ്മൾ ഹ്യൂമൻ എവല്യൂഷൻ ഉണ്ടായിട്ടുള്ളത്. എന്താണ് സംഭവം, എന്താണ് സൂര്യൻ, എന്താണ് ചന്ദ്രൻ, എന്താണ് അപ്പുറത്തെ ഗുഹയ്ക്കകത്തുള്ളത് എന്നുള്ള ക്യൂരിയോസിറ്റിയാണ് ഇവിടം വരെ നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സെയിം ക്യൂരിയോസിറ്റി എൻ്റെ ക്യൂരിയോസിറ്റി ഇതാണ്. എനിക്ക് മനുഷ്യൻ്റെ ഉള്ളിലെ ലോകം മനസ്സിലാക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കൺമുന്നിലുള്ള മനുഷ്യൻ്റെ മനസ്സിനകത്ത് എന്തൊക്കെയായിരിക്കാം നടക്കാൻ സാധ്യതയുള്ളത് എന്നുള്ള രീതിയിലുള്ള ആ ഫാൻറ്റസിയും ആ ഇല്യൂഷനും ആ ഡെലൂഷനുമാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത്. മറ്റേ ഫാൻറ്റസി ഞാൻ പറഞ്ഞ പോലെ അത് എക്സ്റ്റേണൽ വേൾഡ് ബിൽഡിംഗ് ആണ്. അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ബാലരമാമർ ചിത്രകഥയൊക്കെ വായിക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കും. ഭയങ്കര രസമാണ് അത് കാണാനായിട്ട്. നമ്മുടെ ടി വിയിൽ ദൂരദർശനത്ത് മഹാഭാരതം, രാമായണം ഇതൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ മൗഗ്ലി സൺഡേ സ്കൂളിൽ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓടി വരും ഇതെല്ലാം കാണാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വേൾഡ് ബിൽഡിംഗ് ആണ്. ഞാൻ മനസ്സിലാക്കിയത് ഈ ഫാൻറ്റസി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അധികം ഉണ്ടാകുന്നില്ല. നമ്മളിപ്പോൾ വേൾഡ് ലിറ്ററേച്ചർ എടുത്ത് നോക്കിയാലും പല മാർക്കറ്റ് നോക്കിയാലും ഈ ഫാൻറ്റസി എന്നുള്ള യോൺറയാണ് ഏറ്റവും കൂടുതൽ വിറ്റുപൊയ്ക്കൊണ്ടിരിക്കുന്നത്. മലയാളത്തിൽ മാത്രം അത്രയും കാണുന്നില്ല. അതെന്താ കാരണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് വായിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പം നമ്മൾ ജെൻസീസ് എന്ന് പറയുന്ന പോലെ പിള്ളേരാണെങ്കിൽ പോലും ഇവർക്ക് ഈ ഫാൻറ്റസി നോവൽസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരൊത്തിരി വായിക്കുന്നുണ്ട് ഇംഗ്ലീഷിൽ. ഞാൻ ക്രൈം ഫിക്ഷനിലേക്ക് വരാൻ കാരണം തന്നെ മലയാളത്തിൽ എനിക്ക് വായിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ലാംഗ്വേജുള്ള പുസ്തകങ്ങൾ ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ തന്നെ എഴുതിയതാണ്. അങ്ങനെ വന്നതാണ്. ഞാൻ കോർപ്പറേറ്റ് ലൈഫിനകത്ത് ഇരിക്കുമ്പോഴത്തേന് എൻ്റെ യാത്ര കൂടുതലും ട്രെയിനിനകത്തായിരിക്കും. അപ്പോൾ ട്രെയിനിൽ വെറുതെ ബോറടിച്ചിരിക്കുമ്പോൾ എന്താണ് ഒരു പുസ്തകം വായിക്കാൻ, ഞാൻ ഇങ്ങനെ ഓരോ ബുക്ക് ഷോപ്പിലൊക്കെ എടുത്ത് നോക്കും. ബുക്ക് ഷോപ്പിലൊക്കെ പോയി നോക്കുമ്പോഴത്തേന് പല പുസ്തകങ്ങളും വായിക്കണമെങ്കിൽ തന്നെ ഡിക്ഷണറി വേണ്ടുന്ന പുസ്തകങ്ങളാണ്. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് മലയാളം എനിക്ക് അത്ര അറിയത്തില്ല. അപ്പം നമ്മൾ ഈ ടെൻഷൻ എല്ലാം കഴിഞ്ഞിട്ട് ബോസിൻ്റെ ചീത്തവിളി എല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ ഈ ട്രെയിനിനകത്ത് പോകുമ്പോഴത്തേന് നമ്മൾ കുറച്ച് നേരം എല്ലാം മറന്ന് വായിക്കാൻ പറ്റുന്ന പുസ്തകം തപ്പി നടന്നപ്പോഴത്തേനാണ് ഞാൻ ജെയിംസ് പാറ്റേഴ്സൺ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ ഒരു പുസ്തകം കാണുന്നത്. അത് ഞാൻ ചുമ്മാ മറിച്ച് നോക്കിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ 1-2 പേജൊക്കെ ഉള്ളൂ ചാപ്റ്റേഴ്സ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു യാത്രയിൽ ഞാനൊരു ചാപ്റ്റർ വായിച്ചു എന്നെനിക്കൊരു ഫീൽ കിട്ടും. നമ്മളെല്ലാം ജീവിതം മടുത്ത് ജോലി മടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഒരു ചാപ്റ്റർ വായിക്കാൻ അധികം സമയം വേണ്ട, എനിക്ക് 1 or 2 minutes മതി. അപ്പോൾ ഞാനത് എന്തുകൊണ്ട് മലയാളത്തിൽ ഇങ്ങനത്തെ പുസ്തകങ്ങൾ വരുന്നില്ലെന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാൻ അൻവർ റഷീദിൻ്റെ ആ സമയത്ത് അൻവർ റഷീദിൻ്റെ കഥ പറയാനായിട്ട് ഞാൻ പുള്ളിക്കാരൻ്റെ ഫോൺ നമ്പറൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ വാട്സാപ്പിലുണ്ടായിരുന്നു, നിങ്ങളൊരു പുസ്തകം വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇതുവരെ ആരും എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എഴുതുക എന്ന് പറഞ്ഞൊരു കോട്ട അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അൻവർ റഷീദിനെ ആ കോട്ട് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഇങ്ങനെ പറഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ കോഫി ഹൗസ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതുന്നത്. അപ്പം ഞാൻ പോകുന്ന കൂടുതലും മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ടാണ്. എനിക്കതാണ് ഇഷ്ടം. ഇപ്പം തന്നെ ഒരു 10-50 പേര് കാണുമായിരിക്കും. ഈ 50 പേരുടെയും ചിന്താരീതി, നിങ്ങൾ വരുന്ന സാഹചര്യം, നിങ്ങൾ ഇനി അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ വീട്ടിൽ ചെന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെ എനിക്ക് അന്വേഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മുന്നിലുള്ള ആളെക്കുറിച്ച് അറിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ യാത്ര കൂടുതലും ഇന്നർ വേൾഡിലേക്കാണ്. ഇനി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്.
ചോദ്യങ്ങൾ വളരെ ചുരുക്കി ചോദിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ഓക്കെ, ടി ഡി സാറിനോടാണ് ചോദ്യം. ഒരു 2 സംശയങ്ങളാണ്. ഇപ്പോൾ എൻ്റെ ഏരിയ ഇസറ്റോറിസ് ആണ്, ഒക്കൾട്ടീവ് പ്രാക്ടീസസ്. ആ ഒരു ഏരിയ ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ താല്പര്യം ടി ഡി സാറിൻ്റെ ഫിക്ഷൻസിനോടാണ്. അപ്പോൾ പിന്നെ ഒന്ന് ഈ കൈൻഡ് ഓഫ് ഇസറ്റോറിക് പ്രാക്ടീസസ് അല്ലെങ്കിൽ ഇസറ്റോറിക് ട്രഡീഷൻസ്, ഒക്കൾട്ടീവ് പ്രാക്ടീസസ് ഒക്കെ കൺസ്ട്രക്റ്റ് ചെയ്യുകയാണല്ലോ ഫിക്ഷണലി ഉണ്ടാക്കുകയാണല്ലോ, അങ്ങനൊരു സംഭവം ഇല്ലല്ലോ. അപ്പോൾ അവിടെ ചരിത്രത്തെ പൊളിച്ചെഴുതുക അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ എന്തെങ്കിലും ലിമിറ്റേഷൻസ് നേരിട്ടിട്ടുണ്ടോ എന്നാണ് ഒന്ന്. പിന്നൊന്ന് 2008 കാലഘട്ടങ്ങളിലാണ് ഫ്രാൻസിസ് എട്ടിക്കോര ഉണ്ടായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ മെയിൻ സ്ട്രീം ലിറ്ററേച്ചറിൽ ഈ ഇത്തരം എക്സ്ട്രീമായ കാനിബലിസ്റ്റിക് എക്സ്റ്റസികളൊന്നും നിലനിൽക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അന്ന് ഈ മെയിൻ സ്ട്രീം ലിറ്ററേച്ചറിൽ നിന്ന് നേരിട്ടിട്ടുള്ള ചാലഞ്ചസ് എന്തൊക്കെയാണ്, അതിനെങ്ങനെയാണ് നേരിട്ട് അതൊക്കെ? ഫ്രാൻസിസ് എട്ടിക്കോര 2009 പുസ്തകമായിട്ട് വരുന്നത്. എനിക്ക് നിങ്ങൾ ചോദിച്ച ചോദ്യം മൊത്തമായിട്ട് ക്ലിയറായില്ല, അധികം സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു ധാരണയിൽ ഉത്തരം പറയുകയാണ്. ഫ്രാൻസിസ് എട്ടിക്കോര അത്ര സന്തോഷമായിട്ട് സ്വീകരിക്കപ്പെട്ട പുസ്തകമല്ല. നിശിതമായിട്ട് വിമർശിക്കപ്പെട്ട വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നൊരു പുസ്തകമാണ്. മെയിൻ സ്ട്രീം ലിറ്ററേച്ചറെന്നും പൊതുവെ പലതരത്തിലാണ്. എന്താണെന്ന് വെച്ചാൽ അതിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ കുറേയും കൂടെ തുറന്ന രീതിയിൽ സമൂഹത്തെ കാണുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതൊക്കെ വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു. കാനിബോളിസം പ്രചരിപ്പിക്കാനായിട്ട് എഴുതിയ പുസ്തകമാണെന്ന് വരെ ഫ്രാൻസിസ് എട്ടിക്കോരയ്ക്കെതിരെ ആ കാലത്ത് ആക്ഷേപങ്ങളുണ്ടായിരുന്നു. അതൊരു മെറ്റഫറാണെന്നുള്ള തരത്തിൽ മനസ്സിലാക്കപ്പെട്ടില്ല. ഇപ്പോൾ ഒരു ലിറ്റററി വർക്ക് എന്നുള്ള നിലയിൽ അത് വായിക്കാനുള്ള പല പോസിബിലിറ്റീസിലേക്കൊന്നും പോയില്ല. വളരെ പെരിഫറൽ ആയിട്ടുള്ളൊരു വായനയിൽ കൂടിയായിരുന്നു അത്തരം വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ മറ്റൊരു വിഷയം ഉണ്ടായിരുന്ന മറ്റ് ജ്ഞാനമേഖലകൾ എട്ടിക്കോരയുടെ ഭാഗമായി, ഇപ്പോൾ മാത്തമാറ്റിക്സ് വരുന്നു, മറ്റ് വിഷയങ്ങളൊക്കെ വരുന്നു. ഇതൊക്കെ വരുന്ന സമയത്ത് ഇത് സാഹിത്യമായിട്ട് ഇതിനെന്ത് ബന്ധം എന്ന് ചോദിച്ച് വിമർശിച്ചവരുണ്ട്. സാഹിത്യമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതമായി ബന്ധപ്പെടുന്ന കാര്യമാണെന്നും ജീവിതമെന്ന് പറയുന്നത് അവരുടെ കുടുംബം, ഭാര്യ, മക്കൾ, പ്രണയം, മരണം, കഷ്ടപ്പാട്, ഇത് മാത്രമാണ് ജീവിതം എന്നുള്ളൊരു ചെറിയൊരു ധാരണയും. ഇപ്പോൾ ഒരു മാത്തമാറ്റീഷ്യനെ സംബന്ധിച്ച് അയാളുടെ ജീവിതം മാത്തമാറ്റിക്സായിട്ട് റിലേറ്റഡ് ആയിരിക്കും. മറ്റേതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കുന്നവനെ സംബന്ധിച്ച് അതായിരിക്കും ജീവിതം എന്ന് അങ്ങനെ ചിന്തിക്കാത്തതിൻ്റെയൊക്കെ ഒരു പ്രശ്നമുണ്ടായി. അപ്പോൾ അത്ര കംഫർട്ടബിളായിട്ടുള്ളതൊന്നുമല്ല, വലിയ വിമർശനങ്ങൾ കൂടി തന്നെയാണ് മുന്നോട്ട് പോയത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് വായനക്കാരാണ് ഈ പുസ്തകത്തിനെ മുന്നോട്ട് കൊണ്ടുപോയതും ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതും. ഏറ്റവും പുതിയ തലമുറയിലുള്ള വായനക്കാർ വളരെ നല്ല രീതിയിൽ അത് വായിക്കുകയും യോജിക്കുകയും വിയോജിക്കുകയും കലഹിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണുള്ളത്. അത്രയാണ് എനിക്ക് ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായത്. ഒരു മിനിറ്റ്. ഒക്കൽ പ്രാക്ടീസസിൻ്റെ ഏറ്റവും വലിയ ഡിഫിക്കൽറ്റി അത് പഠിക്കുമ്പോഴുള്ള പ്രതിസന്ധി അല്ലേ ചോദിച്ചത്? ഞാൻ അതിൽ പോസ്റ്റ് ഡോക്ക് ചെയ്തതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഇത്തരം പ്രാക്ടീസുകളുടെ രഹസ്യാത്മകതയാണ്. എസ്പെഷ്യലി ഷാമനിക് ഡിസ്കോഴ്സസ് ആണെങ്കിലും വിച്ച് ക്രാഫ്റ്റോ സോർസറിയോ ആണെങ്കിലും ക്ലാൻ മെമ്പേഴ്സിന് മാത്രമേ, ഒരു കമ്മ്യൂണിറ്റി മെമ്പറിന് പോലും അതിനകത്ത് പ്രവേശിക്കാൻ പറ്റില്ല. ക്ലാൻ മെമ്പറിന് മാത്രമേ പ്രവേശിക്കാൻ പറ്റൂ. അവരുടെ വസ്ത്രം ആയിരിക്കണം, അവരുടെ ഭാഷ അറിയണം, അവരുടെ ഷാമൻ അല്ലെങ്കിൽ ഒറാക്കിൾ വന്ന് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അവരുടെ ഭാഷയിൽ ഉത്തരം കൊടുക്കാൻ പറ്റില്ല, അടിയൊക്കെ കിട്ടും. അതിനുള്ളിൽ പ്രവേശിക്കാനേ കഴിയില്ല. പ്രവേശിക്കുക എന്നുള്ളതും ആ കമ്മ്യൂണിറ്റിയുടെ മെമ്പറാവുക എന്നുള്ളതുമാണ് ആദ്യം ചെയ്യേണ്ടത്. രഹസ്യാത്മകതയാണ് ഈ ഒക്കൽ പ്രാക്ടീസസിൻ്റെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് പഠിക്കാൻ പറ്റാത്ത അതുകൊണ്ടാണ്. എൻ്റെ ചോദ്യം രാമകൃഷ്ണ സാറിനോടാണ്. സാറിൻ്റെ കഥകളൊക്കെ മിക്കവാറും നോവലുകളെല്ലാം വായിച്ചതിനെല്ലാം സാങ്കല്പിക കഥകളാണെന്നറിയാം. പക്ഷേ ഹൈപ്പേഷ്യ എന്ന് പറയുന്നൊരു കഥാപാത്രം ഫ്രാൻസിസ് എട്ടിക്കോരയിലുണ്ട്. മദർ ഓഫ് മാത്തമാറ്റിക്സ് ആണ്. ഞാൻ മാത്തമാറ്റിക്സുകാരനായിട്ടാണ് എനിക്കൊരു കൺഫ്യൂഷൻ. പറയുന്ന കാലഘട്ടം കറക്റ്റാവുന്നുണ്ട്. അപ്പം ഇത് റിയൽ ആണോ എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നിപ്പോകുന്നു. ബാക്കിയുള്ള ഒന്നും റിയൽ അല്ലെന്നറിയാം. അതുകൊണ്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ഹൈപ്പേഷ്യ ഒരു ആദ്യത്തെ വനിതാ ആസ്ട്രോണമറും ഗണിതശാസ്ത്രജ്ഞയുമായിരുന്നു എന്ന് തന്നെയാണ് ചരിത്രത്തിൽ വിശ്വസിപ്പിക്കുന്നത്. അത് റിയലാണ്. പക്ഷേ ആ ഹൈപ്പേഷ്യയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വിവരങ്ങൾ മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. അപ്പോൾ ആ ഹൈപ്പേഷ്യ എന്നുള്ള ക്യാരക്ടർ
നോവൽ വരുന്നതിൽ തീർച്ചയായിട്ടും ഫാൻറ്റസിയുടെ എലമെൻ്റ് ഒരുപാടുണ്ട്. പച്ചാമഞ്ഞ ചുവപ്പ് യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു തീവണ്ടി അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള നോവലാണ്. ഹലോ, എൻ്റെ ക്വസ്റ്റ്യൻ ലാജേർഡാണ്. അപ്പോൾ നമ്മൾ ക്രൈം ഡിറ്റക്റ്റീവ് ഫിക്ഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അഗത ക്രിസ്റ്റി നോക്കിയാലും ഷെർലക്ക് നോക്കിയാലും ആര് ചെയ്തു അല്ലെങ്കിൽ എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ഒരു എക്സ് ഫാക്ടർ. ഹൂ ഇസ് ദ കൾപ്രിറ്റ്? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഷെർലക് ഹോംസിനെ നോക്കുകയാണെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് എക്സ് ഫാക്ടർ. ബട്ട് ലാജയുടെ ബുക്കിൽ എക്സ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തിന് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഹൈഡ്രേഞ്ച് നോക്കുകയാണെങ്കിൽ അതിലെ സൈക്കോളജിക്കൽ ഫാക്ടർ ആ ഒരു എക്സ് ഫാക്ടറിലേക്ക് എങ്ങനെയാണ്, എന്തിന് ചെയ്തു എന്നുള്ളത് ഒരു എക്സ് ഫാക്ടർ ആക്കാനുള്ള ആ ഒരു ഐഡിയ എങ്ങനെയാണ് കിട്ടിയത്? ഞാൻ നോക്കിയപ്പോൾ, ഞാൻ ആദ്യത്തെ പുസ്തകം എഴുതാൻ നോക്കിയപ്പോഴേ ലാജോ ജോസ് എന്ന് പറഞ്ഞ പേര് കണ്ടാൽ ഒരു മനുഷ്യനും പുസ്തകം വാങ്ങിക്കില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഒരു മനുഷ്യൻ എന്തിനാണ് ഒരു കുറ്റകൃത്യം ചെയ്യുന്നു എന്നുള്ളത് എപ്പോഴും എന്നെ കുഴക്കുന്നൊരു സംഭവമാണ്. എനിക്കൊട്ടും മനസ്സിലാകാത്തൊരു കാര്യമാണ്. അപ്പോൾ അവരുടെ മൈൻഡിലേക്ക് ഇറങ്ങി എങ്ങനെയാണ് ഈ ഒരു സംഭവത്തിലേക്ക് വരുന്നതെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് എഴുതുന്നതാണ് ഈ സാറ്. അതുകൊണ്ടാണ്. നമസ്കാരം. നിങ്ങളുടെ എല്ലാം പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ചോദ്യം സ്പെസിഫിക് ആയിട്ട് ഒരാളോടല്ല. അപ്പോൾ നിങ്ങൾ വയലൻസ് അല്ലെങ്കിൽ മാഡ്നസ് ഇതിൻ്റെയൊക്കെ തരങ്ങൾ കവർ ചെയ്യുമ്പോൾ എവിടെയൊക്കെയോ അതിലൊരു വന്യമായ സൗന്ദര്യം ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ആസ് റൈറ്റേഴ്സ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഇരുട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഗ്ലിനെസ് എന്നുള്ളതിനെക്കാട്ടിലുപരി അതിൻ്റെ ഒരു മതിപ്പിക്കുന്ന ഒരു സൗന്ദര്യം എന്നുള്ളൊരു ലെൻസ് വരുമ്പോൾ എങ്ങനെയാണത് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാറുള്ളത്? ബിക്കോസ് വെൻ ഐ റീഡ് ആസ് ഫ്രം എ ലെയ്മൻ റീഡേഴ്സ് പെർസ്പെക്റ്റീവ് അത് എന്നെയും ഭ്രമിപ്പിക്കാറുണ്ട്, വയലൻസിൻ്റെ ഒരു സ്പെക്ടക്കിൾ, അതിൻ്റെ ഒരു സൗന്ദര്യം. സോ ആസ് റൈറ്റേഴ്സ് ഹൗ ഡു യു ഹാൻഡിൽ ദാറ്റ്? ജസ്റ്റ് ക്യൂരിയസ്. യഥാർത്ഥ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കാത്ത, ചെയ്താൽ ക്രൈമാണ് എന്ന് ബോധ്യമുള്ള, ഡിസിപ്ലിൻഡ് ആയ ഒരു ജീവിതം പിന്തുടരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ വയ്യാത്ത എല്ലാ കാര്യം ഞാൻ എഴുതി ചെയ്യും. അതെന്നെ ആരും പിടിച്ചുകൊണ്ട് പോകില്ലല്ലോ. ഇപ്പം ഞാൻ എഴുതിയിട്ടുള്ള ക്രൈം ഫിക്ഷൻസ് എടുത്ത് ക്രൈം ജോണറായിട്ടുള്ള പല സാധനങ്ങളും ചെയ്തിട്ടുണ്ട്. അതിലൊക്കെയുള്ള വയലൻസ് വെച്ച് നോക്കിയാൽ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ ചെയ്യുമോ എന്ന് തോന്നുന്ന എക്സ്ട്രീം വയലൻസ് എഴുതിയിട്ടുണ്ട്. അപ്പം മനുഷ്യൻ്റെ ഉള്ളിൽ ആന്തരികമായിട്ട് ഭയങ്കര ഒരു മൃഗം തന്നെയാണല്ലോ മനുഷ്യൻ. അവനെ എത്ര പോളിഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാലും അവൻ്റെ രാമാപിത്തിക്കസ് മുത്തശ്ശിയുടെ എൻ്റെ ജീനിലുള്ള അതൊന്നും പോവില്ല. അതെൻ്റെ ഉള്ളിലുണ്ട്. ഹണ്ട് ചെയ്യാനുള്ള, പിന്നെ വേട്ടയാടാനുള്ള, സർവൈവ് ചെയ്യാനുള്ള എല്ലാ ഇൻസ്റ്റിങ്ക്റ്റും എൻ്റെ ഉള്ളിലുണ്ട്. അത് എഴുത്തുകാരനാവുമ്പം വേണ്ടാത്തൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ട് അതൊക്കെ പുറത്തു വന്ന് അടുത്ത് നിൽക്കുന്നവൻ്റെ തലയിൽ കല്ലെടുത്തടിച്ച് വെറുതെ ജയിലിൽ പോകണോ? അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതുക എന്നുള്ളതാണ്. അതിനകത്ത് ശരിക്കും ആനന്ദമുണ്ട്. ഓരോ എഴുത്തുകാരനും സൈക്കോ ആണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഇവനൊക്കെ ഭയങ്കര സൈക്കോ ആണ്. അല്ലെങ്കിൽ ഒരു സൈക്കോയ്ക്ക് മാത്രം അത് നമ്മൾ ഫീൽ ചെയ്യുന്നു, നമ്മൾ അനുഭവിക്കുന്നു, നമ്മൾ അറിയുന്നു. അത് ആ ആഹ്ലാദം ഇല്ലെങ്കിൽ എഴുതാനും പറ്റില്ല. അതാ പ്രശ്നം. അല്ല, അത് പറഞ്ഞതിനകത്തൊരു സത്യമുണ്ട് കേട്ടോ. ഹൈഡ്രേഞ്ച് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് സീരിയൽ കില്ലറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ എല്ലാം എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ സാധനം എഴുതി കഴിഞ്ഞപ്പോൾ സീരിയൽ കില്ലർ എങ്ങനെയാണ് ചിന്തിക്കുന്ന ഓർത്ത് ഞാൻ ഇവരെക്കുറിച്ച് ഡോക്യുമെൻ്ററീസ് എല്ലാം വായിച്ച് പഠിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പയ്യെ ആലോചിക്കാൻ തുടങ്ങി. എനിക്ക് പകയുള്ള ആൾക്കാരെ എനിക്ക് എങ്ങനെ കൊല്ലാൻ പറ്റുമെന്ന് ഞാൻ പയ്യെ ചിന്തിക്കാൻ തുടങ്ങി. അതൊരു ഭയങ്കര പ്രശ്നമായിട്ട് മാറി. ഞാൻ അങ്ങനെയാണ് പയ്യെ എൻ്റെ നോവലിൽ നിന്ന് ഞാൻ വയലൻസ് കുറച്ചത്. അതാണ് എനിക്ക് മനസ്സിലായി. എൻ്റെ ഉള്ളിലൊരു സൈക്കോ ഉണ്ട്. എനിക്ക് പകയുള്ള കുറച്ച് പേരുടെ പേരെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സംഭവം കൈവിട്ട് പോവും, ഇത് ശരിയല്ല എന്നെനിക്ക് മനസ്സിലായതാണ്. പിന്നെ വയലൻസ് ചെയ്യുന്നത് ആ സീരിയൽ കില്ലർ ചെയ്യുമ്പോൾ അയാൾക്കതൊരു ആർട്ടാണ്. നമ്മളൊരു വിക്റ്റിം ആകുമ്പോഴാണ് നമുക്കൊരു ആക്രമണമായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ സീരിയൽ കില്ലറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു സ്പെക്ടക്കിൾ തന്നെയാണ്, വയലൻസ് സ്പെക്ടക്കിൾ. അപ്പം നമ്മൾ ആ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലും. അപ്പോൾ ഈ മാം പറഞ്ഞ പോലെ തന്നെ നമുക്ക് രസമാണ്. ഒരു ആസ് എ സീരിയൽ കില്ലർ ഞാൻ ആ പോർഷൻ എഴുതുമ്പോൾ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ ബ്ലഡ് ഷെഡും വയലൻസും എല്ലാം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ വിക്റ്റിമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കൂടെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. മാഷിനോടാണ്. ആൽഫയും അതുപോലെ തന്നെ പച്ച മഞ്ഞ ചോപ്പ്, ഈ രണ്ട് നോവലുകളിലും പച്ച മഞ്ഞ ചോപ്പ് നല്ല രീതിയിൽ എഴുതി വന്ന് വായിച്ച് വന്ന് അവസാനം ഒന്ന് ക്വിക്കായിട്ട് കുറേ ആ ഒരു ബലി അർപ്പിക്കുന്ന അതൊക്കെയെന്ന് കുറച്ച് എന്തോ
അവസാനം ഒന്ന് പാളിപ്പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ആൽഫ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കി പേജ് എവിടെ എന്നുള്ളൊരു വിഷമം തോന്നി. കാരണം അത് കംപ്ലീറ്റ് പെട്ടെന്ന് തീർത്തു ഒരു പരാതി എനിക്ക് പറയാനുണ്ട്. അങ്ങനെ എന്തെങ്കിലും പറ്റിപ്പോയിരുന്നോ അങ്ങനെ? ഈ പെട്ടെന്ന് തീർന്നു പോയ പോലെ നിങ്ങൾക്ക് തോന്നി എന്ന് പറയുമ്പോൾ എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയ സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് വായിച്ച് ബോറടിച്ച് മടക്കി വയ്ക്കുകയല്ലല്ലോ ചെയ്തത്, മതിയായില്ല ഇനിയും വായിക്കണം എന്നല്ലേ തോന്നുന്നത്. അതുകൊണ്ടുള്ള ഒരു സന്തോഷമുണ്ട്. ഇതൊക്കെ ആ നോവലുകൾ എഴുത്തുകാരൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയായിരിക്കണം എന്നുള്ള സങ്കല്പത്തിനനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ടതാണ്. വായനക്കാരൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ വിവരങ്ങൾ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. എൻ്റെ എല്ലാ കൃതികളും ഓപ്പൺ എൻഡഡ് ആണ്. വായനക്കാരന് അവൻ്റേതായ രീതിയിൽ പലതരത്തിൽ വ്യാഖ്യാനിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങളുടെ പങ്കാളിത്തം പരമാവധി വായനയിൽ കൂടി ആവശ്യപ്പെടുന്ന കൃതികളാണ്. അതാണല്ലോ സാഹിത്യത്തിൻ്റെ ഒരു രസവും അതിൽ തന്നെയാണ്. അപ്പോൾ അതിൽ ഈ 2 നോവൽ മാത്രമല്ല, ബാക്കിയുള്ള നോവലൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോൾ ആലോചിച്ച് നോക്കുക, അത് മറ്റൊരു തരത്തിലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത് വേറെ രീതിയിലുള്ള സാധ്യതകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ പുസ്തകം വായിച്ചാലും നിങ്ങൾക്ക് തോന്നും, ഇതെന്തിനെ ഇപ്പോൾ 420 പേജോളം ഉണ്ട് പുസ്തകം. എന്നിട്ട് ഇപ്പോൾ വായിച്ച സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് അയ്യോ അത് പെട്ടെന്ന് അങ്ങ് തീർന്നു പോയല്ലോ. അപ്പോൾ മാതൃഭൂമിയിൽ സീരിയലൈസ് ചെയ്യുമ്പോൾ ഞങ്ങളിപ്പോഴൊന്നും തീരുന്നു വിചാരിച്ചിരുന്നില്ല. അപ്പോൾ അത് ഒരു തരത്തിൽ നമുക്ക് സന്തോഷമുണ്ട്. ഇതുവരെ അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ വായിച്ചുകൊണ്ട് പോകാൻ പറ്റിയല്ലോ. പക്ഷേ ഇത് നിർത്തുന്നതിലും എഴുത്തുകാരന് ചില താല്പര്യങ്ങളുണ്ട്. അത് വേറെ പലതരത്തിലുള്ള ഇൻ്റർപ്രിറ്റേഷനുള്ള ഒരു ഇടത്തിലായിരിക്കും നിർത്തിയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ വായിക്കാം.